നമ്മുടെ ടോപ്പിക്ക് നൈട്രജൻ മെറ്റബോളിസം. അപ്പോൾ പ്ലാന്റുകൾ ഓട്ടോട്രോപ്പിക്കാണ്. അപ്പം എന്താണ് ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് അബ്സോർവ് ചെയ്യുന്ന ഇനോർഗാനിക് ബയോമോളിക്യൂളിനെ ഓർഗാനിക് മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുന്നു ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇനോർഗാനിക് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറി. അപ്പോൾ അത് പ്ലാന്റ് തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലാന്റ് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ പ്ലാന്റിന് ഓട്ടോട്രോപ്പിക് ആയിരുന്നു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ് ഇനോർഗാനിക് ആയിട്ടുള്ള മോളിക്യൂളിനെ ബയോമോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നൈട്രജൻ എങ്ങനെ പ്ലാന്റ് അസിമിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മിനറൽ ന്യൂട്രിയൻസ്, നൈട്രജൻ, ഫോസ്ഫറസ് അങ്ങനെയൊക്കെയുള്ള മിനറൽ ന്യൂട്രിയൻസ് ബയോമോളിക്യൂളിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു മിനറൽ ന്യൂട്രിയൻസ് അസിമിലേറ്റഡ് ആയി എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ ചെയ്യുന്നത്? ഇനോർഗാനിക് ആയിട്ടുള്ള മിനറൽസ്, നൈട്രജൻ, ഫോസ്ഫറസ് അങ്ങനെയുള്ള മിനറലുകൾ ബയോമോളിക്യൂളിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ പ്ലാന്റുകൾ എങ്ങനെയാണ് ഈ ഇനോർഗാനിക് ആയിട്ടുള്ള മിനറൽസിനെ അബ്സോർവ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ റൂട്ടിൽ നിന്നും സോയിലുള്ള മിനറൽസിനെ റൂട്ട് അബ്സോർവ് ചെയ്യുന്നു. അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റിലോട്ട് എത്തിക്കുന്നു. അത് അങ്ങനെ അബ്സോർവ് ചെയ്ത മിനറൽ ന്യൂട്രിയൻസിനെ ബയോമോളിക്യൂളിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നൈട്രജൻ അസിമിലേറ്റഡ് ആകുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? അബ്സോർഷൻ ഓഫ് നൈട്രജൻ ഫ്രം ദ സോയിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അത് എങ്ങനെ ബയോമോളിക്യൂളിൻ്റെ ഭാഗമാകുന്നു, ഇതെല്ലാം ആണ് അസിമിലേഷൻ എങ്കിൽ അത് എന്ന് പറഞ്ഞാൽ നൈട്രജൻ മെറ്റബോളിസമാണ്. അത് നൈട്രജനെ എങ്ങനെ മെറ്റബോളൈസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. നൈട്രജൻ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ മെറ്റബോളിസമാണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നൈട്രജൻ മാറുന്നുണ്ട്, അല്ലെങ്കിൽ മിനറൽ ന്യൂട്രിയൻസ് മാറുന്നുണ്ട്? പിഗ്മെൻറ്റിൻ്റെ, എൻസൈമിൻ്റെ കോഫാക്ടറായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ലിപ്പിഡിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്, ന്യൂക്ലിക് ആസിഡിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്, അമിനോ ആസിഡിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള മിനറൽ ന്യൂട്രിയൻസ് ബയോമോളിക്യൂളിൻ്റെ ഭാഗമാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നൈട്രജൻ്റെ അസിമിലേഷൻ, നൈട്രജൻ്റെ അബ്സോർഷൻ ഫ്രം ദ സോയിൽ. എങ്ങനെ അബ്സോർബ്ഡ് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ടു ബയോമോളിക്യൂളിൻ്റെ ഭാഗമായിട്ട് നൈട്രജൻ മാറുന്നു എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ നൈട്രജൻ മെറ്റബോളിസം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ ചില പ്രത്യേക രീതിയിലുള്ള നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് മാത്രമേ പ്ലാന്റിന് അബ്സോർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ കണ്ടൻറ്റ് N2 ആയിട്ടാണ്. N2 ആയിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. പക്ഷേ പ്ലാന്റിൻ്റെ അവൈലബിൾ ഫോം N2 അല്ല. N2 ആയിട്ട് പ്ലാന്റിന് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും സോയിലുള്ള NO3 അപ്പോൾ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ NO3 ആണ്. അപ്പോൾ സോയിലുള്ള NO3. അപ്പോൾ ഞാനിപ്പോൾ NO3 എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് HNO3 എന്ന് പറയും. തൽക്കാലം എത്ര മനസ്സിലാക്കി? NO3 നൈട്രേറ്റ്. അപ്പോൾ ഞാനത് നൈട്രേറ്റ് അസിമിലേഷൻ. സാധാരണ പ്ലാന്റ് എങ്ങനെയാണ് നൈട്രജൻ അബ്സോർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോയിലിൽ നൈട്രേറ്റ് ആയിട്ട് ഉണ്ട്, NO3 ആയിട്ടുണ്ട്. NO3 ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് NO3 അല്ല, ആക്ച്വലി HNO3 ആണ്. പക്ഷേ ഇപ്പോൾ Hൻ്റെ പാർട്ട് വിട്ടേര്. NO3 നൈട്രേറ്റ് അബ്സോർവ് ചെയ്യുന്നു. നൈട്രേറ്റ് കുറച്ചുകൂടെ ഹൈ എനർജി ഫോം ആയിട്ടുള്ള നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു. NO2 നൈട്രേറ്റ്, NO3 നൈട്രൈറ്റ്, NO2. ഈ നൈട്രേറ്റ് അമോണിയം NH4 ആയിട്ട് മാറുന്നു. അമോണിയമായിട്ട് മാറുന്നു. ഇങ്ങനെ കൺവേർട്ടഡ് ആയിട്ടുള്ള അമോണിയം അമിനോ ആസിഡുകളുടെയൊക്കെ ലോട്ട് ഇൻകോർപ്പറേറ്റഡ് ആകുന്നു. ഇതാണ് നൈട്രേറ്റ് അസിമിലേഷൻ. അപ്പോൾ ഞാൻ ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ബേസിക്കലി അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സോയിലുള്ള NO3 നൈട്രേറ്റ് അബ്സോർവ് ചെയ്യുന്നു. പ്ലാന്റ് അതിനെ നൈട്രൈറ്റ് NO2 ആക്കി മാറ്റുന്നു. ആ NO2 NH4 അമോണിയമായിട്ട് മാറുന്നു. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് നൈട്രേറ്റ് അസിമിലേഷൻ. ഇത്
എല്ലാ പ്ലാന്റുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ പ്ലാന്റുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നൈട്രേറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്നു, അത് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അമോണിയമായിട്ട് കൺവേർട്ടഡ് ആകുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ നൈട്രജൻ്റെ അസിമിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഒരുപാട് എനർജി റിക്വയറിങ് പ്രോസസ്സാണ്. അപ്പോൾ 12 ATP ഈ പറയുന്ന നൈട്രേറ്റ് അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൺസ്യൂംഡ് ആകുന്നു, അല്ലെങ്കിൽ NO3 to NO2, NO2 to NH4 ആ ഒരു പ്രോസസ്സിൽ 12 ATP ഈസ് കൺസ്യൂംഡ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നൈട്രേറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്നു, നൈട്രേറ്റ് പ്ലാന്റ് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നൈട്രേറ്റ് അമോണിയമായിട്ട് കൺവേർട്ടഡ് ആകുന്നു. ഈ എൻറ്റയർ പ്രോസസ് കൺസ്യൂംസ് 12 ATP മോളിക്യൂൾ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റിയാക്ഷൻ റിക്വയർസ് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രമാത്രം എനർജി യൂട്ടിലൈസ് ചെയ്ത് നൈട്രജനെ അസിമിലേറ്റ് ചെയ്യണമെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റുകളെ സംബന്ധിച്ച് നൈട്രജൻ. ഓക്കെ, ഇനി അത് സാധാരണ പ്ലാന്റ് ചെയ്യുന്ന ഇതാണ് നൈട്രേറ്റ് അസിമിലേഷൻ. വേറെ രീതിയിലും നൈട്രജൻ അസിമിലേറ്റഡ് ആകുന്നുണ്ട്. ലെഗൂമിനസ് പ്ലാന്റുകൾ നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ലെഗൂമിനസ് പ്ലാന്റുകൾ? നൈട്രജൻ ഫിക്സേഷനുള്ള കേപ്പബിലിറ്റി ഉള്ള പ്ലാന്റുകളാണ് ലെഗൂമിനസ് പ്ലാന്റുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ അറ്റ്മോസ്ഫിയറിലുള്ള N2 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് N, ഇതാണ് N2. ഈ ആണ് അറ്റ്മോസ്ഫിയറിൽ. ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ ഓൾമോസ്റ്റ് 70% നൈട്രജൻ ആണെങ്കിൽ പോലും ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയറക്റ്റ്ലി പ്ലാന്റുകൾക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ലെഗൂമിനസ് പ്ലാന്റുകൾ N2 ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്താണ് നൈട്രജൻ മോളിക്യൂൾ N2നെ NH3 അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ അമോണിയ ഈ ലെഗൂമിനസ് പ്ലാന്റുകളുടെ സെല്ലുലാർ pHൽ അമോണിയം ആയിട്ട് കൺവേർട്ടർ ആകുന്നു. അതായത് ബയോളജിക്കൽ pHൽ അമോണിയം ആയിട്ട് കൺവേർട്ടർ ആകുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ലെഗൂമിനസ് പ്ലാന്റുകൾ NH3 അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ അമോണിയമായിട്ട് ബയോളജിക്കൽ pH കൺവേർട്ട് ആകും. ഈ അമോണിയമായി കഴിഞ്ഞാൽ പ്ലാന്റിന് അതിനെ യൂട്ടിലൈസ് ചെയ്യാം. അമോണിയമായി കണ്ടോ, ഇവിടെയും അമോണിയമായിരുന്നു, ഇവിടെയും അമോണിയമായിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഈ അമോണിയം എന്താണ്? ഈ അമോണിയത്തിലുള്ള നൈട്രജനെ അമിനോ ആസിഡുകളുടെ സൈഡ് ചെയിനാക്കി മാറ്റുന്നു. അങ്ങനെയാണ് പ്ലാന്റുകൾ ബയോമോളിക്യൂളിൻ്റെ പാർട്ടാകുന്നത്. ആലോചിച്ച് നോക്കുക, ഇവിടെ NO3, NO2, NH4, ഇവിടെ N2, NH3, NH4. ഓരോന്നിലും എന്ത് സംഭവിക്കും നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. തൽക്കാലം എത്ര മനസ്സിലാക്കുക. അപ്പോൾ നൈട്രേറ്റ് അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ സോയിലുള്ള NO3 അബ്സോർവ് ചെയ്ത് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു NO2. ആ NO2 ഈസ് കൺവേർട്ടഡ് ടു NH4. ആ ഒരു പ്രോസസ് കൺസ്യൂംസ് 12 ATP. ഇനി വേറെ രീതിയിലുള്ള ഒരു നൈട്രജൻ അസിമിലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലെഗൂമിനസ് പ്ലാന്റിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതെന്താ ചെയ്യുന്നത്? ലെഗൂമിനസ് പ്ലാന്റുകളിൽ അറ്റ്മോസ്ഫിയറിലുള്ള N2 പിന്നെ NH3 അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു പ്ലാന്റിൻ്റെ ബയോളജിക്കൽ pHൽ. അപ്പോൾ അമോണിയമായി കഴിഞ്ഞാൽ പ്ലാന്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നൈട്രേറ്റ് അസിമിലേഷൻ ആയിക്കോട്ടെ, ലെഗൂമിനസിലുള്ള നൈട്രജൻ അസിമിലേഷൻ ആയിക്കോട്ടെ, രണ്ടിലും ഫൈനൽ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തൊരു പ്രോഡക്റ്റ് NH4 ആണ്. NH4 ആയിക്കഴിഞ്ഞാൽ പ്ലാന്റിന് ഒരു ഡയറക്റ്റ്ലി ചില മെറ്റബോളിക് പാത്ത് ഉപയോഗിച്ച് അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനായിട്ട് ഈ അമോണിയത്തിലുള്ള നൈട്രജനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് എനർജി കൺസ്യൂം ചെയ്യുന്നതാണെങ്കിൽ റിയാക്റ്റൻ NO3നെ കഴിഞ്ഞും ഹൈ എനർജി സ്റ്റേറ്റ് ആണ് NO2നെ കഴിഞ്ഞും ഹൈ എനർജി സ്റ്റേറ്റ് ആണ് NH4. കാരണം 12 ATP കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് NO3യെ കഴിഞ്ഞും ഹൈ എനർജി NO2നെ കഴിഞ്ഞും ഹൈ എനർജി NH4. അപ്പോൾ പലപ്പോഴും ഈ ഒരു കാര്യം, അപ്പോൾ ഈ പ്രോഡക്റ്റ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനർജി റിലീസിങ് ആയിരിക്കും. കാരണം എനർജി ഉപയോഗിച്ച് മുന്നിലോട്ട് പോയ റിയാക്ഷൻ അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതിൻ്റെ എനർജി റിലീസിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഒരുപാട് എനർജി റിലീസിങ് ആണ്. പലപ്പോഴും ഈ എക്സ്പ്ലോസീവിലൊക്കെ ഉള്ളത് അമോണിയം നൈട്രേറ്റ് ആണ്, NH4NO3 എക്സ്പ്ലോസീവിൽ. അപ്പോൾ ഈ എക്സ്പ്ലോസീവിലുള്ള NH4NO3 അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് N2 ആയിട്ട് മാറുമ്പോൾ
എനർജി റിലീസ് ആകുന്നു. അതാണ് എക്സ്പ്ലോസീവിന് മുമ്പ് എന്താണ് സൗണ്ടും ലൈറ്റ് എനർജി ഒക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഈ റിയാക്ഷൻ എനർജി റിക്വയറിംഗ് ആണെങ്കിൽ ഈ അമോണിയം നൈട്രേറ്റ് N2 ആക്കി മാറുന്ന ആ പ്രോസസ്സ് എനർജി റിലീസിംഗ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും എക്സ്പ്ലോസീവിൻ്റെ ഒരു കേസിൽ ഈ അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എത്രമാത്രം എനർജി ഈ നൈട്രജൻ ഫിക്സേഷനിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നൈട്രജൻ ഫിക്സേഷൻ്റെ പ്രോഡക്റ്റ് തിരിച്ച് N2 ആയിട്ട് മാറുമ്പോൾ എനർജി റിലീസ് ആകുന്നു. അപ്പോൾ N2 നിന്നും NH4 ആകാൻ ഒരുപാട് എനർജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ അത്രയും എനർജി കൊണ്ടുണ്ടായ ഒരു പ്രോഡക്റ്റ് സഡനായിട്ട് എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് സൗണ്ട് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ക്രാക്കേഴ്സ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സിൻ്റെ കേസിൽ ഇതുപോലുള്ള അമോണിയം നൈട്രേറ്റ് N2 ആയിട്ട് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനിലൂടെ എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് അത്രമാത്രം ഈ എനർജിയും അല്ലെങ്കിൽ ലൈറ്റും അല്ലെങ്കിൽ സൗണ്ടുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ നൈട്രജൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു, എന്തുകൊണ്ട് നൈട്രജൻ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബയോമോളിക്യൂളിലും നൈട്രജൻ ഉണ്ട്. അപ്പോൾ പ്ലാന്റ് അതിൻ്റെ എല്ലാ ബയോമോളിക്യൂളും അതിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പ്ലാന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയും പ്രോട്ടീനിന് വേണ്ടിയും അത് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെറ്ററോട്രോപ്പിക് ഓർഗാനിസമാണ്. പക്ഷേ പ്ലാന്റ് ഓട്ടോട്രോപ്പാണ്. അപ്പോൾ ഈ ഓട്ടോട്രോപ്പായിട്ടുള്ള പ്ലാന്റ് ഈ എല്ലാ കാര്യങ്ങളും അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ നൈട്രജൻ ഏതൊക്കെ ബയോമോളിക്യൂളിൻ്റെ ഭാഗമാക്കാം, ഈ അസിമിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ബയോമോളിക്യൂളിൻ്റെ ഭാഗമാകാമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന ന്യൂക്ലിയേറ്റഡ് പ്രോട്ടീനുകൾ, അമിനോ ആസിഡ്, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നൈട്രജൻ കാണാം. നമുക്ക് പഠിച്ചേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ബയോമോളിക്യൂളിലും നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ ഈ മൂന്നെണ്ണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മുടെ ബയോമോളിക്യൂളിൽ കാണപ്പെടുന്ന നൈട്രജനാണ്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നൈട്രജൻ. അതുകൊണ്ട് തന്നെ നൈട്രജൻ എന്ന് പറയുന്ന ഒരു മിനറലിന് വേണ്ടിയിട്ട് പ്ലാന്റിൽ ഇൻറ്റൻസ് കോമ്പറ്റീഷനുണ്ട്. ഈ നൈട്രജൻ പ്ലാന്റിൽ അസിമിലേറ്റ് ആകുന്ന നൈട്രജനാണ് നമ്മൾ കൺസ്യൂം ചെയ്ത് നമ്മളിൽ കാണപ്പെടുന്ന നൈട്രജനായിട്ട് മാറുന്നത്. അപ്പോൾ നൈട്രജൻ പ്ലാന്റുകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അപ്പോൾ അതിൻ്റെ മെറ്റബോളിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഈ നൈട്രജൻ അസിമിലേറ്റഡ് ആകുന്നതൊക്കെ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. രണ്ട് രീതിയിൽ നൈട്രജൻ ഈസ് അസിമിലേറ്റഡ്. ആദ്യത്തെ എന്താണ്? നൈട്രേറ്റ് അസിമിലേഷൻ്റെ ഇതിൽ എന്താണ്? NO3, സോയിലുള്ള NO3 ഈസ് കൺവേർട്ടഡ് ടു NO2 ആൻഡ് NH4. NO3, NO2, NH4 ഇതിനകത്ത് 12 ATP കൺസ്യൂം ചെയ്യപ്പെടുന്നു. ഇതിനാണ് നൈട്രേറ്റ് അസിമിലേഷൻ. ലെഗൂമിനസ് പ്ലാന്റുകളിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, ഇത് NO3 എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പറയും ഈ NO3 അല്ല, ഞാൻ HNO3 എന്ന് പറയും. കാരണം വാട്ടറിൻ്റെ കൂടെ കൂടിയിട്ട് HNO3 ആയിട്ടാണ് പലപ്പോഴും സോയിലിൽ അവൈലബിൾ ആയിട്ടുള്ള NO3. നമ്മളോട് ഈ റിയാക്ഷന് വേണ്ടി NO3 എന്ന് പറഞ്ഞാൽ NO3 NO2 ആയിട്ട് മാറുന്നു, NH4 ആയിട്ട് മാറുന്നു. അത് നൈട്രേറ്റ് അസിമിലേഷൻ. ലെഗുമിനസ് പ്ലാന്റുകളിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്ന് പറയുമ്പോൾ ഒരു നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് അടുത്ത നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ NH3 ആയിട്ട് കൺവേർട്ടർ ആകുന്നു. അത് പ്ലാന്റിലെ ഫിസിയോളജിക്കൽ pHൽ NH4 ആയിട്ട് കൺവേർട്ട് ആകുന്നു. അപ്പോൾ രണ്ടിലും ഫൈനലി എന്താ ഉണ്ടാകുന്നത്? നമ്മളിവിടെ എഴുതിയേക്കുന്ന റിയാക്ഷൻ അനുസരിച്ച് ഫൈനലി എന്താ ഉണ്ടാകുന്നത്? NH4 ആണ്. വൺസ് NH4 ആയിട്ടുണ്ടെങ്കിൽ ആ NH4 ചില റിയാക്ഷൻ വഴി, ചില മെറ്റബോളിക് പാത്വേ വഴി അത് അമിനോ ആസിഡുകളുടെ സൈഡ് ചെയിനായിട്ട് പ്ലാന്റിൽ ഇൻകോർപ്പറേറ്റഡ് ആകുന്നു. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ഇനി നമ്മൾ ഈ പ്ലാന്റിലെ നൈട്രജൻ അസിമിലേഷൻ്റെ കൂടുതൽ കാര്യങ്ങളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പല കോമ്പൗണ്ട്സും ഭയങ്കര സിമിലർ ആയിട്ടുള്ളതാണ്. നൈട്രേറ്റ് NO3 നൈട്രേറ്റ് NO2 നൈട്രേറ്റ്. അത് ഓർമ്മ വേണം. നൈട്രേറ്റ് NO3 നൈട്രേറ്റ് NO2 നൈട്രേറ്റ്. ഇനി വേറൊരെണ്ണം അമോണിയ NH3 അമോണിയം NH4. അപ്പോൾ നൈട്രേറ്റ് NO3 നൈട്രേറ്റ് NO2 അമോണിയ NH3 അമോണിയം NH4. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുമ്പോൾ ഓരോ സമയത്തും യൂസ് ചെയ്യും. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആദ്യം ഈ പറയുന്ന അതിൻ്റെ നെയിം കറക്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഇനി
എങ്ങനെ ആണ് നമ്മളപ്പം നൈട്രേറ്റ് അസിമിലേഷൻ എന്ന് പറഞ്ഞപ്പോൾ NO3 ഈസ് കൺവേർട്ടഡ് ടു NO2 ആൻഡ് ഫൈനലി ഇൻറ്റു NH4 എന്ന് കണ്ടു. പിന്നെ ലെഗുമിനസ് പ്ലാന്റ് കേസിൽ എന്തായിരുന്നു? N2 ഈസ് കൺവേർട്ടഡ് ടു NH3 ആൻഡ് ഫൈനലി ടു NH4 എന്ന് കണ്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ NO3 എവിടെ നിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. NO3 അപ്പോൾ നൈട്രേറ്റ് അസിമിലേഷൻ നമ്മൾ പറഞ്ഞത് NO3 ഈസ് കൺവേർട്ടഡ് ടു NO2 എന്ന് പറഞ്ഞു. അപ്പോൾ NO3 എവിടെ നിന്നെന്ന് പറയണം. NO3 ആയിട്ടാണ് നൈട്രേറ്റ് അസിമിലേഷനെ പറ്റി നമ്മൾ പ്രീവിയസ് സെഷനിൽ പറഞ്ഞപ്പോൾ NO3 റൂട്ട് അബ്സോർവ് ചെയ്യുന്നു, NO3 NO2 ആയിട്ട് മാറുന്നു, NH4 ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. പിന്നെ ലെഗുമിനസ് പ്ലാന്റ് കേസിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. N2 അറ്റ്മോസ്ഫിയറുള്ള N2 NH3 ആയി മാറുന്നു, ഫൈനലി ഇൻറ്റു NH4 എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് N2 എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അറ്റ്മോസ്ഫിയറിൽ നിന്നു. പക്ഷേ NO3 എവിടെ നിന്നു എന്നുള്ളതിൻ്റെ ആൻസറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ 70 to 78% നൈട്രജനാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ വളരെ എബണ്ടൻ്റ് ആയിട്ടുണ്ട്. അത് N ട്രിപ്പിൾ ബോണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ N ട്രിപ്പിൾ ബോണ്ട് N ആയിട്ടാണ്. ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയറക്റ്റ്ലി പ്ലാന്റിന് അവൈലബിൾ അല്ല, അത് ഡയറക്റ്റായിട്ട് അസിമിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ അബണ്ടൻസ് ഉണ്ടെങ്കിൽ പോലും അത് അവൈലബിൾ ഫോം അല്ല. അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് അപ്പോൾ ഈ എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ N ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറയുമ്പോൾ ഈ ബോണ്ട് ബ്രേക്കേജ് റിക്വയർസ് എനർജി. അങ്ങനെ അത്രമാത്രം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോളിക്കുലർ നൈട്രജനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് N ആയി മാറുകയും അത് H+ ആയിട്ട് റിയാക്ഷൻ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്കേജിന് ഒരുപാട് എനർജി വേണം. അപ്പോൾ ഇൻഡസ്ട്രിയിലെ പലപ്പോഴും നൈട്രജൻ കണ്ടെയ്നിങ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാകുന്നത് ഇതുപോലുള്ള അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ N2നെ സ്പ്ലിറ്റ് ചെയ്ത് NH4 അല്ലെങ്കിൽ NH3 ആക്കി മാറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഹാബർ-ബോഷ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഹാബർ-ബോഷ് പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? N ട്രിപ്പിൾ ബോണ്ട് N അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ N ട്രിപ്പിൾ ബോണ്ട് Nനെ എനർജി ഹൈ പ്രഷറും എനർജിയും ഉള്ള കണ്ടീഷനിൽ അതുപയോഗിച്ച് NH3 ആക്കി മാറ്റുന്നു, അമോണിയ ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ അമോണിയ ആയിക്കഴിഞ്ഞാൽ പ്ലാന്റിന് നമുക്കത് ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ്, ഹൈ എനർജി വേണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ N2 എനർജിയും ഹൈ പ്രഷറുള്ള കണ്ടീഷനിൽ NH3 ആക്കി മാറുന്നു. ഇതാണ് ഹാബർ-ബോഷ് പ്രോസസ്സ്. ഇങ്ങനെയാണ് നൈട്രജൻ കണ്ടെയ്നിങ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ് അത്, ആ ഒരു പ്രോസസ്സ്. ഇനി അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റിന് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷനോട്ട് എത്തണമെങ്കിൽ അത് NH3 കേട്ടോ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ സ്പ്ലിറ്റ് ആയിട്ട് NO3 നമ്മൾ ആദ്യം കണ്ട NO3 NH3 ആയിട്ട് മാറണം. അപ്പോൾ ഇവിടെ നോക്കുക, ഹാബർ-ബോഷ് പ്രോസസ്സിൽ N ട്രിപ്പിൾ ബോണ്ട് N എനർജി ഉപയോഗിച്ച് NH3 ആയിട്ട് മാറി. ശരി, അവൈലബിൾ ഫോമാണ്, യൂട്ടിലൈസബിൾ ഫോമാണ്. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പലപ്പോഴും പ്ലാന്റിന് യൂസബിൾ ആയിട്ട് മറ്റ് രീതിയിലും പ്ലാന്റിന് യൂസബിൾ ഫോമായിട്ട് കൺവേർട്ടർ ആകാറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നോക്കുക. 3 രീതിയിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റിന് യൂസബിൾ ഫോമായിട്ട് മാറാം. അപ്പോൾ ഇവിടെ നോക്കുക, ലൈറ്റനിങ് ടോട്ടലി ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റിന് അവൈലബിൾ ആയിട്ട് ഉള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ടോട്ടൽ അങ്ങനെ കൺവേർട്ട് ആകുന്നതിൻ്റെ 8% ലൈറ്റ്നിങ് വഴിയാണ്. അപ്പോൾ ലൈറ്റ്നിങ് എന്താ ചെയ്യുന്നത്? ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് ലൈറ്റ്നിങ്ങിലുള്ള ഹൈ എനർജി ഉപയോഗിച്ച് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് OH HO എങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ന്യൂട്രൽ ഹൈഡ്രോക്സിൽ റാഡിക്കൽ OH ന്യൂട്രൽ ഹൈഡ്രോക്സിൽ റാഡിക്കൽ H ഹൈഡ്രജൻ അയോൺ ഓക്സിജൻ അയോൺ ഇങ്ങനെയുള്ള എന്താണ് ഇവരൊക്കെ ഹൈ റിയാക്റ്റീവ് സ്പീഷീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പോൾ ഇവർക്ക് എന്താണ്, ഇവർക്ക് പോയിട്ട് N2 ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് N2നെ HNO3 ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ HNO3 എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ നൈട്രജൻ്റെ അസിമിലേഷൻ, അതായത് നോർമൽ പ്ലാന്റുകൾ അസിമിലേറ്റ് ചെയ്യുന്ന NO3, നമ്മൾ സ്റ്റെപ്പ് ഓർക്കുക, NO3 NO2 ഫൈനലി ഇൻറ്റു NH4. അപ്പോൾ അതിനെ നോക്കുക,
NO3 ഈ പാർട്ട്. അപ്പോൾ HNO3 ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. ആ കൺവേർട്ടഡ് ആകുന്ന HNO3 റെയിൻ്റെ കൂടെ സോയിലിലോട്ട് വരുന്നു. അപ്പോൾ HNO3 ആയിട്ട് സോയിൽ അവൈലബിൾ ആണ്. ആ NO3 ആണ് പ്ലാന്റുകൾ അബ്സോർവ് ചെയ്ത് NO3 NO2 നമ്മുടെ സ്റ്റെപ്പ് NO3 NO2 NH4 ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് HNO3 ഉണ്ടാകുന്നത്? ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈലി റിയാക്റ്റീവ് സ്പീഷീസ് ആയിട്ടുള്ള OH HO ഇങ്ങനെയുള്ള ഹൈലി റിയാക്റ്റീവ് സ്പീഷീസ് ഉണ്ടാകുന്നു. അവർ പോയിട്ട് അറ്റ്മോസ്ഫറിക് നൈട്രജൻ N2നെ ഡീസ്റ്റെബിലൈസ് അല്ലെങ്കിൽ N2ൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് HNO3 ആയിട്ട് മാറുന്നു. ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജൻ. ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജൻ കണ്ടോ, OHും Hും H ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് നൈട്രജനെ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ HNO3 ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. അത് താഴേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ നൈട്രജൻ അസിമിലേഷൻ എന്ന് പറഞ്ഞ് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ NO3 ഈസ് കൺവേർട്ടഡ് ടു NO2 ആൻഡ് ഫൈനൽ ഇൻറ്റു NH4 എന്ന് പറഞ്ഞായിരുന്നു. അവിടെ ആ NO3 നോക്കുക, HNO3 ഇല്ല, ഈ HNO3 ആണ് സോയിലിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ലൈറ്റനിങ് വഴി വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് റിയാക്റ്റീവ് സ്പീഷീസ് ഉണ്ടായി. OH HO ഇത് പോയിട്ട് എന്താണ് N2നെ അറ്റാക്ക് ചെയ്യുന്നു, HNO3 ആയിട്ട് മാറുന്നു. HNO3 റെയിനിലൂടെ സോയിലോട്ട് വരുന്നു. അങ്ങനെ സോയിലോട്ട് വരുമ്പോൾ സോയിലുള്ള HNO3 എന്താണ് HNO3നെ അബ്സോർവ് ചെയ്യുന്നു. ആ HNO3 ആണ് നമ്മൾ NO3 അബ്സോർഡ് ആകുന്നു, അത് NO2 ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു, NH4 ആയിട്ട് മാറുന്നു പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലൈറ്റ്നിങ് വഴി ടോട്ടലി അറ്റ്മോസ്ഫറിക് ഫിക്സ് ചെയ്യുന്ന അറ്റ്മോസ്ഫറിക് ഓക്സിജൻ്റെ 8% ലൈറ്റ്നിങ് വഴിയാണ് ഫിക്സിങ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രിക് ഓക്സൈഡ് NO ഇത് അറ്റ്മോസ്ഫിയറിലുണ്ട്. നൈട്രിക് ഓക്സൈഡ് ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്ത് O3 ഓസോണായിട്ട് കമ്പൈൻ ചെയ്ത് അത് HNO3 ആയിട്ട് മാറുന്നു. അങ്ങനെയും HNO3 ഉണ്ടാകുന്നു. എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? അപ്പോൾ അത് വളരെ മൈനർ കോൺട്രിബ്യൂട്ടറാണ്. 2% മാത്രമേ ഈ പറയുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ വഴി അറ്റ്മോസ്ഫിയർ നൈട്രജൻ യൂസബിൾ ഫോം ആവുള്ളൂ. ഫിക്സ് ഞാൻ പറയുന്നില്ല. ഓക്കെ, എങ്ങനെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ്? നൈട്രിക് ഓക്സൈഡ് NO3 ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് HNO3 ആയിട്ട് മാറുന്നു. ഈ HNO3 റെയിനിലൂടെ താഴേക്ക് വരുന്നു. റെയിനിലൂടെ താഴോട്ട് വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇത് പ്ലാന്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പോകും. HNO3 ഈ HNO3യിലെ NO3 അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് NO3 നമ്മൾ പറഞ്ഞ പഴയ പ്രോസസ്. ഓക്കെ, ഇനി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ്. 90% ഓഫ് ദ അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മളതിൻ്റെ മെക്കാനിസം ഡേറ്റഡ് ആയിട്ട് പറയും. എങ്കിലും നോക്കുക, നമുക്ക് പറയാം N2 NH3 ആയിട്ട് കൺവേർട്ടർ ആകുന്നു, NH3 NH4 ആയിട്ട് കൺവേർട്ടർ ആകുന്നു. ഇത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനാണ്. ലെഗൂമിനസ് പ്ലാന്റുകൾ അത് ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇങ്ങനെ 3 രീതിയിലാണ് മെയിനായിട്ടും ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്. ഒന്ന് ലൈറ്റ്നിങ് വഴി, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ വഴി, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴി. അപ്പോൾ ഇവിടെ ഇത്രയാണ് ഈ ഒരു പ്രോസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്യും. ആദ്യം നമ്മൾ നൈട്രജൻ അസിമിലേഷൻ എങ്ങനെയാണ്? HNO3 ഇത് ഈ HNO3യിലെ NO3 അബ്സോർവ് ചെയ്തിട്ട് NO3 NO2 NH4 NH4 എന്നുള്ള നൈട്രജൻ അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിൻ ആയിട്ട് മാറുന്ന പ്രോസസ്സ് ആദ്യം ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് സ്റ്റോർഡ് അമോണിയം ഓർ നൈട്രേറ്റ് ക്യാൻ ബി ടോക്സിക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ അമോണിയ ആയിക്കോട്ടെ നൈട്രേറ്റ് ആയിക്കോട്ടെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിലും ആനിമൽസിലും അത് ടോക്സിക്കാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മെയിനായിട്ടും ഈ ടോക്സിക് എഫക്റ്റ് ആനിമൽസിനാണ്. ഈ NO3 അല്ലെങ്കിൽ നൈട്രേറ്റിനെ ഒരു പരിധിവരെ പ്ലാന്റ്സിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ആനിമൽസിന് നൈട്രേറ്റിനെയും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അമോണിയത്തിനെയും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നൈട്രേറ്റോ അമോണിയോ അങ്ങനെ തന്നെ, അതായത് നൈട്രേറ്റായിട്ടോ അമോണിയോ ആയിട്ടോ ആനിമൽസിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആനിമൽസിൽ ഡേഞ്ചറസ് ആണ്. പ്ലാന്റ്സിൽ ഒരു പരിധിവരെ NO3യുടെ അക്യുമുലേഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അമോണിയം പ്ലാന്റ്സിലും ടോക്സിക് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ സ്റ്റോർഡ് അമോണിയം ഓർ നൈട്രേറ്റ് ക്യാൻ ബി ടോക്സിക് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ
ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നൈട്രജൻ കണ്ടെയ്നിങ് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സോയിലിൽ അത് NH4 അമോണിയമായിട്ടോ NO3 നൈട്രേറ്റ് ആയിട്ടോ ആണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്ലാന്റിൽ നൈട്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലാന്റ് എന്താണ്, പ്ലാന്റുകൾ തമ്മിലുള്ള ഇൻറ്റൻസ് കോമ്പറ്റീഷൻ്റെ സമയത്ത്, നൈട്രജന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ്റെ സമയത്ത് ഈ അവൈലബിൾ ആയിട്ടുള്ള അമോണിയവും നൈട്രേറ്റും ഒക്കെ പ്ലാന്റ് അബ്സോർവ് ചെയ്യും. പക്ഷെ അങ്ങനെ തന്നെ സച്ച്, അതായത് അമോണിയമായിട്ടോ നൈട്രേറ്റ് ആയിട്ടോ ഇതിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യണം. അത് അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് ടോക്സിക്കാണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് NO3യുടെ കാര്യം നോക്കാം. NO3 അപ്പോൾ നൈട്രേറ്റ് സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, NO3 അല്ലെങ്കിൽ നൈട്രേറ്റ് പ്ലാന്റിൽ വലിയ കാര്യമായിട്ട് ടോക്സിക് അല്ല. അപ്പോൾ ഒരു പ്ലാന്റിന് ഒരു പരിധിവരെ NO3യുടെ അക്യുമുലേഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നൈട്രജൻ അസിമിലേഷൻ എന്ന് പറഞ്ഞപ്പോൾ പ്ലാന്റിന് ആദ്യം കിട്ടുന്നത് NO3 ആയിട്ടാണ് കിട്ടുന്നത്. ആ NO3ന് ഒരു പരിധിവരെ പ്ലാന്റിന് സോയിൽ പ്ലാന്റ് ടിഷ്യൂലുള്ള അക്യുമുലേഷനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോയിലിൽ NO3 കൂടുതലാകുമ്പോൾ പ്ലാന്റ് അതിനെ അബ്സോർവ് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ അതിൻ്റെ ടോക്സിക് എഫക്ട് അല്ലെങ്കിൽ അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമൊന്നും പ്ലാന്റിൽ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ആനിമൽസിൻ്റെ കേസിൽ NO3യുടെ അക്യുമുലേഷൻ വളരെ സീരിയസ് ആയിട്ടുള്ള പല പ്രോബ്ലങ്ങൾക്കും കാരണമായേക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ആനിമൽസിൽ പലപ്പോഴും, മാമൽസിലും ഒക്കെ പലപ്പോഴും NO3 നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നു. ലിവറിലുള്ള എൻസൈം നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ NO3 NO2 ആയിട്ട്, അപ്പോൾ ആനിമൽസിൽ NO3 ലിവറിലുള്ള എൻസൈം ഉപയോഗിച്ച് NO2 ആയിട്ട് മാറുന്നു. അപ്പോൾ നൈട്രേറ്റ് ഈസ് കൺവേർട്ടഡ് ടു നൈട്രൈറ്റ് ആനിമൽസിൻ്റെ കേസിൽ. അപ്പോൾ ലിവറിലുള്ള എൻസൈമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ നൈട്രേറ്റ് പലപ്പോഴും ഹിമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഹിമോഗ്ലോബിൻ്റെ ഫങ്ഷൻ ഓക്സിജൻ ക്യാരിങ് ആണ്. അപ്പോൾ ഈ ഓക്സിജൻ ക്യാരിങ് കേപ്പബിലിറ്റി ഓഫ് ഹീമോഗ്ലോബിനെ നൈട്രൈറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അത് ആനിമൽസിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞേക്കുന്നത്, ആനിമൽസിൽ NO3 നൈട്രേറ്റ് അക്യുമുലേറ്റ് ചെയ്താൽ NO3 ഈസ് കൺവേർട്ടഡ് ടു NO2 ബൈ ലിവറിൽ അത് കൺവേർട്ട് ചെയ്യുന്നു. ആ NO2 അല്ലെങ്കിൽ നൈട്രേറ്റ് ഹീമോഗ്ലോബിൻ്റെ കൂടെ കൂടുന്നു. ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റിനെ അത് ബാധിക്കുന്നു. അതാണ് ആനിമൽസിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം, നൈട്രേറ്റിൻ്റെ അക്യുമുലേഷൻ്റെ. ഇനി ചില ആനിമൽസ്, എസ്പെഷ്യലി മാമൽസ്, നൈട്രേറ്റിനെ നൈട്രോസമീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ നൈട്രോസമീൻ കാർസിനോജനിക്കാണ്. അപ്പോൾ അങ്ങനെയും നൈട്രേറ്റിന് പ്രശ്നമുണ്ട്. അപ്പോൾ NO3നെ നൈട്രോസമീനായിട്ട് ചില ആനിമൽസ് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാമൽസും, മിക്ക ആനിമൽസും അതിനെ നൈട്രേറ്റിനെ നൈട്രോസമീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് കാർസിനോജനാണ്, അപ്പോൾ ക്യാൻസർ കോസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, NO3 പ്ലാന്റ്സിനെ കഴിഞ്ഞ് ഉപരി ആനിമൽസിലാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. NO3യുടെ അക്യുമുലേഷൻ പ്ലാന്റ് ഒരു പരിധി വരെ ടോളറേറ്റ് ചെയ്യും, പക്ഷേ ആനിമൽസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഹിമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റിനെ ബാധിക്കും. എങ്ങനെയാണ് നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു ലിവറിൽ വെച്ച്. ആ നൈട്രേറ്റ് ആണ് പോയിട്ട് ഹിമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്തിട്ട് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയ്ക്കുന്നത്. അതുകൂടാതെ നമ്മുടെ നൈട്രേറ്റ് നൈട്രോസമീനായിട്ട് കൺവേർട്ടഡ് ആകുന്നു. അത് ക്യാൻസർ കോസിംഗ് ആണ്, അല്ലെങ്കിൽ കാർസിനോജനിക് കോമ്പൗണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇത് പലപ്പോഴും ഫെർട്ടിലൈസേഴ്സിൽ NH4 അമോണിയമായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും പ്ലാന്റ് അബ്സോർവ് ചെയ്യും. ഈ അമോണിയം NH4 പ്ലാന്റിന് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമോണിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റിനെ ഇല്ലാണ്ടാക്കും. NH4 അമോണിയത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷനിൽ ഇഷ്ടം പോലെ അമോണിയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്ലാന്റ് അതിനെ അബ്സോർവ് ചെയ്തിട്ട് ഇതിൻ്റെ അക്യുമുലേഷൻ പ്ലാന്റ് നടന്നാൽ അത് പ്ലാന്റിലും ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇല്ലാണ്ടാകും. അപ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് നമ്മൾ റെസ്പിറേഷൻ കണ്ടു കഴിഞ്ഞു, ഫോട്ടോസിന്തസിസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തൊക്കെ എക്രോസ് മെംബ്രെയിൻ അല്ലേ, തൈലക്കോഡ് ലൂമിനും ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമയും തമ്മിലുള്ള
സ്ട്രോമയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു H+ അയോണുകളുടെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ് ഈ പറയുന്ന ATP സിന്തസിന് കാരണമാകുന്നത്. അപ്പം അതുപോലെ തന്നെ റെസ്പിറേഷൻ്റെ കേസിലും ഒക്കെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് എക്രോസ് മെംബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന അമോണിയം പ്ലാന്റിൽ സച്ച് നിൽക്കുകയാണെങ്കിൽ അത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇല്ലാണ്ടാക്കും. നമുക്കിവിടെ നോക്കാം. അപ്പോൾ എന്താണെന്ന് ഇവിടെ നോക്കാം. അപ്പോൾ ഈ ആനിമൽസിലും പ്ലാന്റ്സിലും NH4 ടോക്സിക് ആണ്. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇല്ലാണ്ടാക്കുന്ന സാധനമാണ് അമോണിയം. എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതൊരു മെംബ്രെയിനാണ് വരച്ചേക്കുന്നത്. ആ മെംബ്രെയിൻ്റെ ഇത് തൈലക്കോയിഡ് ലൂമൻ. ഓൾറെഡി നിങ്ങൾക്ക് തൈലക്കോയിഡ് ലൂമൻ എവിടെയാണ്, സ്ട്രോമ എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ തൈലക്കോയിഡ് ലൂമനിലാണ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഉണ്ടാകുന്നത്. ആ പ്രോട്ടോൺ ഇവിടെ അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. സ്ട്രോമയിൽ കമ്പാരിറ്റീവ്ലി H+ൻ്റെ കുറവായിരിക്കും. ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ് ആക്ച്വലി ഈ പറയുന്ന ATP സിന്തസിന് വേണ്ടുന്ന പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ റെഡ് കളർ കാണിച്ചിരിക്കുന്നത് ഇവിടെയുള്ള H+കളാണ്. അപ്പോൾ ഇവിടെ H+ കൂടുതൽ, ഇവിടെ H+ കുറവ്. അപ്പോൾ അമോണിയം ഈ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇല്ലാണ്ടാക്കുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അമോണിയം NH4. അപ്പോൾ ഇത് സ്ട്രോമയിൽ അമോണിയം എത്തിയിട്ട് അമോണിയം OH-ൻ്റെ കൂടെ കൂടിയിട്ട്, അവിടെയുള്ള സ്ട്രോമയിലുള്ള OH-ൻ്റെ കൂടെ കൂടിയിട്ട്, കാരണം സ്ട്രോമയിൽ OH കൂടുതലായിരിക്കും, ലൂമിൽ H+ കൂടുതലായിരിക്കും. ഈ OH-ൻ്റെ കൂടെ കൂടിയിട്ട് NH4 നോക്കുക, 4 ഹൈഡ്രജൻ NH4-ലുണ്ട്, ഒരു ഹൈഡ്രജൻ OH-ലുണ്ട്, ഒരു ഓക്സിജനുണ്ട്. അപ്പോൾ ഒരു വാട്ടർ എലിമിനേറ്റ് ആകും. അപ്പോൾ എന്തായിട്ട് NH4 എന്തായിട്ട് കൺവേർട്ടർ ആകും? NH3 ആയിട്ട് കൺവേർട്ടർ ആകും. NH4-ൻ്റെ കൂടെ ഒരു OH കൂടി, OH ഇതിനകത്തുള്ള ഒരു H കൂടെ കൂടിയിട്ട് H2 ആയിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ NH3 ആകും. ഈ NH3ക്ക് മെംബ്രെയിൻ അക്രോസ് ട്രാവൽ ചെയ്യാൻ പറ്റും. NH3 മെംബ്രെയിൻ അക്രോസ് ട്രാവൽ ചെയ്തിട്ട് എവിടെ എത്തി? ലൂമനിലെത്തി, തൈലക്കോയിഡ് ലൂമൻ എത്തി. അല്ലെങ്കിൽ തൈലക്കോയിഡ് ലൂമൻ ഞാൻ പറയുന്നേ ഉള്ളൂ, ഇതുപോലെ പ്രോട്ടോൺ ഗ്രേഡിനുള്ള ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റ്, അത് വാക്യൂൾ ആകാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉള്ള ആ ഒരു H+ കൂടുതലുള്ള സ്ഥലത്ത് NH3 എത്തുന്നു. NH3 എന്നിട്ട് എന്താണ്? ഇവിടെയുള്ള H+ൻ്റെ കൂടെ കൂടിയിട്ട് NH4 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഒരു H+ന് കുറവ് വരുന്നു. അങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കുറവ് വരുന്നതിന് കാരണമാകും അമോണിയത്തിൻ്റെ പ്രസൻസ്, അമോണിയത്തിൻ്റെ അക്യുമുലേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽ ആയിക്കോട്ടെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പ്ലാന്റിൽ ഫോട്ടോസിന്തസിൻ്റെ കാര്യത്തിൽ, റെസ്പിറേഷൻ്റെ കാര്യത്തിൽ, ചിലപ്പോൾ ചില വാക്യൂളിലൊക്കെ ഇങ്ങനെയുള്ള പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇല്ലാണ്ടാക്കുന്നതാണ് അമോണിയം. അപ്പോൾ അമോണിയം ഞാൻ ഒന്നുകൂടെ പറയാം, NH4 OH-ൻ്റെ കൂടെ കൂടിയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് NH3 ആയിട്ട് മാറുന്നു സ്ട്രോമയിൽ, അല്ലെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കുറവുള്ള സ്ഥലത്ത്. എന്നിട്ട് ആ NH3 എക്രോസ് മെംബ്രെയിൻ ട്രാവൽ ചെയ്ത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കൂടുതൽ, അല്ലെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് NH3 H+ൻ്റെ കൂടെ കൂടുന്നു. അപ്പോൾ NH4 ആയിട്ട് മാറുന്നു. അപ്പോൾ H+ കുറയും. അങ്ങനെ H+ൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ അമോണിയത്തിൻ്റെ എഫക്റ്റ്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ NH4 NO3 പോലെയുള്ള ഈ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്താൽ പ്ലാന്റ് ഈ 2 എണ്ണത്തിനും വേണ്ടിയും കോമ്പീറ്റ് ചെയ്യും. കാരണം നൈട്രജൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ അക്യുമുലേഷൻ പലപ്പോഴും ആനിമൽസിലും പ്ലാന്റിലും പ്രശ്നം ഉണ്ടാക്കാം. NO3 വലിയ കാര്യമായ പ്രശ്നം പ്ലാന്റിൽ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ആനിമൽസിൽ NO3 ഹിമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയ്ക്കും. അതുകൂടാതെ ഈ NO3 നൈട്രോസമിൻ അല്ലെങ്കിൽ കാർസിനോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് രണ്ടും ആനിമൽസിലാണ്. ഈ കാര്യം പ്ലാന്റ്സിൽ നടക്കുന്നില്ല. പക്ഷേ പ്ലാന്റ്സിൽ അമോണിയം NH4 പ്ലാന്റ്സിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇല്ലാണ്ടാക്കും. ഈ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇല്ലാണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റിലും NH4 ടോക്സിക് ആണ്. ഇതാണ് പറയാനുള്ളത്. ഇനി നമ്മൾ നൈട്രജൻ്റെ അസിമിലേഷനും ബയോളജിക്കൽ ഓക്സിജൻ ഫിക്സേഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാൻ പോവാണ്. ഇതുവരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, നമ്മൾ ഇപ്പം നൈട്രജൻ മെറ്റബോളിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ആക്ച്വൽ പ്രോസസ്സ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു. 2 രീതിയിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റുകൾ ഫിക്സ് ചെയ്യുന്നു. ഒന്ന് നൈട്രജൻ അസിമിലേഷൻ, രണ്ടാമത്തത് ലെഗൂമിനസ് പ്ലാന്റുകളുടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആദ്യത്തേത് നൈട്രജൻ അസിമിലേഷൻ. എന്താണ് നൈട്രജൻ അസിമിലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സോയിലുള്ള NO3 ഈസ്
കൺവേർട്ടഡ് ടു NO2 ആൻഡ് ഫൈനലി ടു NH4. ഇതാണ് നൈട്രജൻ അസിമിലേഷൻ. അപ്പോൾ സാധാരണ പ്ലാന്റുകൾ നൈട്രജൻ അബ്സോർവ് ചെയ്യുന്നത് അങ്ങനെയാണ്. മറ്റേ ഭാഗത്ത് ലെഗുമിനസ് പ്ലാന്റാണ്. അതിലോട്ട് നമ്മൾ പിന്നെ വരും. ആദ്യം നമ്മൾ നൈട്രജൻ അസിമിലേഷൻ, സാധാരണ പ്ലാന്റുകൾ വഴിയുള്ള നൈട്രജൻ അസിമിലേഷൻ നമ്മൾ കണ്ടായിരുന്നു. NO3 ആണ് NO2 ആയിട്ട് കൺവേർട്ടർ ആകുന്നത്. ആ NO2 NH4 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ATP റിക്വയറിംഗ് ആണ്, എനർജി റിക്വയറിംഗ് ആണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ NO3 എന്ന് പറയുമ്പോൾ NO3E, NO3 NO2 ആകുന്നു, NH4 ആകുന്നു എന്ന് പറയുമ്പോൾ സോയിലിൽ ഇത് HNO3 ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ HNO3 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്തായിക്കോട്ടെ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയിക്കോട്ടെ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ടു HNO3 ആയിട്ടാണ് മാറുന്നത്. ആ HNO3 റെയിനിൻ്റെ കൂടെ സോയിലോട്ടെത്തുന്നു. സോയിലെത്തിയിട്ട് പ്ലാന്റ് ഈ HNO3 ആണ് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോട്ടോണിൻ്റെ പ്രസൻസ് കൂടെ ഉണ്ട്. പക്ഷേ ഈ പ്രോട്ടോണുകൾ റിമൂവ് ചെയ്യാൻ പറ്റും ബയോളജിക്കൽ pHയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക്സ് ഉപയോഗിച്ച് H+ റിമൂവ് ചെയ്താൽ HNO3. അപ്പം HNO3 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു NO3 എന്ന് കൂട്ടിയാൽ മതി നൈട്രജൻ മെറ്റബോളിസത്തെ പറ്റി പറയുമ്പോൾ. അപ്പോൾ ഈ നൈട്രേറ്റ് അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഏത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ വഴിയോ അല്ലെങ്കിൽ ലൈറ്റ്നിങ് വഴിയോ അറ്റ്മോസ്ഫിയറിക് N2 HNO3 ആയിട്ട് സോയിലെത്തുന്നു. ആ എത്തിയ HNO3 അബ്സോർവ് ചെയ്തതിന് ശേഷം പ്ലാന്റിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് നൈട്രജൻ അസിമിലേഷനെ പറ്റി പറയുമ്പോൾ. കാരണം അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ HNO3 ആയ കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ലൈറ്റ്നിങ്ങോടെയും ഫോട്ടോ കെമിക്കൽ. അങ്ങനെ എത്തിയ HNO3 എങ്ങനെ പ്ലാന്റുകൾ NH4 ആക്കി മാറ്റുന്നുള്ളൂ. അപ്പം നമുക്കറിയാം ഈ നൈട്രജൻ അസിമിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ NO3 ഈസ് കൺവേർട്ടഡ് ടു NO2, NO2 ഈസ് കൺവേർട്ടഡ് ടു NH4. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് NO3 ടു NO2. അത് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് നൈട്രേറ്റ് റിഡക്റ്റേസ്. അപ്പം NO3-നെ NO2 ആക്കി മാറ്റുന്ന ഈ ഫസ്റ്റ് സ്റ്റെപ്പ് NO3 ടു NO2 കൺവേർഷൻ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമാണ് നൈട്രേറ്റ് റിഡക്റ്റേസ്. അപ്പോൾ NO3-നെ NO2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഇങ്ങനെ റെഡ്യൂസ്ഡ് ആകണമെങ്കിൽ ഓൾറെഡി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബയോമോളിക്യൂളിൻ്റെ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ചിട്ടേ NO3-നെ NO2 ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം നമ്മൾ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒക്കെ പറഞ്ഞുകൊണ്ട് റിഡക്ഷൻ ഓക്സിഡേഷനെ പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? NO3-നെ റെഡ്യൂസ് ചെയ്യാൻ NADPHലോ അല്ലെങ്കിൽ NADHലോ നിങ്ങൾക്കിവിടെ കാണാം. P ഞാൻ റെഡ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അത് NADH പ്ലസ് H+ ഓർ NADPH പ്ലസ് H+, രണ്ടിനെയും യൂട്ടിലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ പറയുന്ന നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിനുണ്ട്. അപ്പോൾ നൈട്രേറ്റ് അസിമിലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള NO3 ടു NO2 കൺവേർഷൻ ചെയ്യുന്ന എൻസൈമാണ് നൈട്രേറ്റ് റിഡക്റ്റേസ്. ആ നൈട്രേറ്റ് റിഡക്റ്റേസിന് NADPHൻ്റെയോ അല്ലെങ്കിൽ NADHൻ്റെയോ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ച് NO3-നെ NO2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിൽ NADPH NADP ആയിട്ടും NADH NAD ആയിട്ടും മാറുന്നു. അതാണ് ഞാൻ ഈ P റെഡ് കളറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ NADPHും NADHും ഉണ്ടാകുന്ന അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഫോം ഓഫ് NADP ഓർ NAD ഉണ്ടാകുന്ന പ്രോസസ്സിന് എനർജി വേണം. നമ്മൾ റെസ്പിറേഷനും ഫോട്ടോസിൻസും ഒക്കെ ഉണ്ടാണ്. ആ NADH ഓർ NADPH ആണ് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്? NO3 ടു NO2 കൺവേർഷൻ, നൈട്രേറ്റ് ടു നൈട്രേറ്റ് റിഡക്ഷൻ. നൈട്രേറ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ആകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. എൻസൈമിൻ്റെ പേര് നൈട്രേറ്റ് റിഡക്റ്റേസ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? HNO3 സോയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. HNO3 അല്ലെങ്കിൽ NO3 എന്ന് കൂട്ടിയാൽ HNO3 സോയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോയിലിൽ നിന്നും റൂട്ട് സെല്ലുകൾ ആ HNO3-നെ ആക്റ്റീവായിട്ട് അക്രോസ് മെമ്പറൈൻ ട്രാൻസ്പോർട്ട് ചെയ്ത് റൂട്ടിലുള്ള സെല്ലുകളിൽ എത്തിക്കുന്നു. റൂട്ടിൻ്റെ സെല്ലുകളിലെ സൈറ്റോപ്ലാസിലുള്ള നൈട്രേറ്റ് റിഡക്റ്റേഴ്സ് NO3-നെ NO2 ആയിട്ട് മാറ്റുന്നു. NO3 ടു NO2 കൺവേർഷൻ, നൈട്രേറ്റ് ടു നൈട്രൈറ്റ് കൺവേർഷൻ. ഈ കൺവേർഷന് ഈ പ്രോസസ്സ്
റിഡക്ഷൻ ആണ്. അപ്പോൾ NADH-ലെയോ അല്ലെങ്കിൽ NADPH-ലെയോ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ചിട്ടാണ് NO3-നെ NO2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിൽ NADP ഓർ NADPH ഓർ NADH ഓക്സിഡൈസ്ഡ് ആകുന്നു. അതിൻ്റെ അങ്ങനെ ആണ്. അപ്പോൾ NO3 NO2 ആകുന്നു. ഇത് ആണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എനർജി റിക്വയറിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന NADH അല്ലെങ്കിൽ NADPH-ലുള്ള റെഡ്യൂസിങ് പവറാണ് NO3 to NO2 കൺവേർഷൻ ഉപയോഗിക്കുന്നത് എൻസൈം നൈട്രേറ്റ് റിഡക്റ്റേസ്. അപ്പോൾ NO3 NO2 ആകുന്നു. എവിടെ വെച്ചാണ്? റൂട്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസിൽ. കാരണം മിക്കവാറും റൂട്ട് സെല്ലുകളിലാണ് സോയിലുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്നത്. സോയിലുള്ള HNO3 അല്ലെങ്കിൽ NO3 ട്രാൻസ്പോർട്ടഡ് ആകുന്നു ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് റൂട്ട് സെൽ. അവിടെ വെച്ച് നൈട്രേറ്റ് റിഡക്റ്റേസ് NADPH-ൻ്റെയോ NADH-ൻ്റെയോ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ച് NO3-നെ NO2 ആക്കി മാറ്റുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു കാര്യം, ഈ നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം എപ്പോഴാണ് ആക്റ്റീവ് ആകേണ്ടത്, അതിൻ്റെ ആക്ടിവേഷൻ അല്ലെങ്കിൽ ഇനാക്ടിവേഷനെ പറ്റിയാണ് പറയുന്നത്. എപ്പോഴാണ് ആക്റ്റീവ് ആകേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നൈട്രേറ്റിൻ്റെ അക്യുമുലേഷൻ അല്ലെങ്കിൽ NO3-യുടെ അക്യുമുലേഷൻ. അപ്പോൾ റൂട്ട് സെല്ലിൽ NO3 അക്യുമുലേറ്റഡ് എപ്പോഴാണ് അക്യുമുലേറ്റഡ് ആകുന്നത്? സോയിലിൽ നിന്ന് അബ്സോർവ് ചെയ്യുമ്പോൾ നൈട്രേറ്റിൻ്റെ അക്യുമുലേഷൻ ഈ പറയുന്ന നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന ഈ കൺവേർഷൻ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമിനെ അപ്രഗുലേറ്റ് ചെയ്യും. ലൈറ്റ് അപ്രഗുലേറ്റ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലൈറ്റും കാർബോഹൈഡ്രേറ്റും. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ഇഷ്ടം പോലെ. ഈ ലൈറ്റ് ഉള്ളപ്പോഴാണ് മെയിനായിട്ടും NADPH-ഉം NADH-ഉം ഉണ്ടാകുന്നത്. അപ്പോൾ NADH-ൻ്റെയും NADPH-ൻ്റെയും അതായത് എൻസൈം നൈട്രേറ്റ് റിഡക്റ്റേസ് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് പവർ NADH-ൽ നിന്നോ NADPH-ൽ നിന്നാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ NADH-ഉം NADPH-ഉം ഉണ്ടാകാം. ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ, കാരണം ഇഷ്ടം പോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈ പറയുന്ന റെഡ്യൂസിങ് പവർ ഉണ്ടാക്കാം. NADPH ഓർ NADH ഉണ്ടാക്കാം. അപ്പോൾ ഈ നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം വിച്ച് കൺവേർട്ട് NO3 to NO2 നൈട്രേറ്റ് ടു നൈട്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺവേർഷൻ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം ആക്റ്റീവ് ആക്കുന്ന ഫാക്ടേഴ്സ് നൈട്രേറ്റ്, അതായത് അതിൻ്റെ സബ്സ്ട്രേറ്റ് NO3-യുടെ അക്യുമുലേഷൻ, ലൈറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഇതെല്ലാം ഇതിൻ്റെ ആക്ടിവേഷന് കാരണമാകുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിനെ അപ്രഗുലേറ്റ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എൻസൈം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൈട്രേറ്റ്, ലൈറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഈ നൈട്രേറ്റ് റിഡക്റ്റേസ് കോഡ് ചെയ്യുന്ന ജീനുകളെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേഷൻ നടത്തുന്നു. ഈ ഫാക്ടേഴ്സ് അവർ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അപ്രഗുലേഷൻ. നൈട്രേറ്റ് റിഡക്റ്റേസിനെ എന്ന് പറയുന്ന എൻസൈം കോഡിങ് ആയിട്ടുള്ള ആ ജീൻ്റെ അപ്രഗുലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ mRNA ഉണ്ടാകുന്നു. ആ mRNA ട്രാൻസ്ലേറ്റഡ് ആകുന്നു. ഈ ഫാക്ടേഴ്സ് ഈ നൈട്രേറ്റ് റിഡക്റ്റേസിൻ്റെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ അതിനെ ആ ജീനെ അപ്രഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നൈട്രേറ്റ്, ലൈറ്റ്, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഇവർ ഈ ജീൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ എൻഹാൻസ് ചെയ്യുന്നു. ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉണ്ടായ mRNA മാത്രം ഉണ്ടായാൽ പോരാ. mRNA മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ടു പ്രോട്ടീൻ. അപ്പോഴാണ് നൈട്രേറ്റ് റിഡക്റ്റേസ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനെയും ട്രാൻസ്ലേഷനെയും ഈ ഫാക്ടേഴ്സ് അപ്രഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ജീനിൽ നിന്നും mRNA ഉണ്ടായി, mRNA നിന്നും പ്രോട്ടീൻ ഉണ്ടായി. ആ പ്രോട്ടീൻ ആസ് സച്ച് ആക്റ്റീവ് അല്ല. അതിനെ ചില കൈനേസുകൾ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്റ്റീവായിട്ട് വെക്കും. ഞാൻ പറയുന്നു ഈ നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന ജീൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ. അപ്പോൾ ജീനിൽ നിന്നും mRNA ഉണ്ടായി, mRNA നിന്നും പ്രോട്ടീൻ. അപ്പോൾ ഈ ജീനിൽ നിന്നും mRNA ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എല്ലാം നൈട്രേറ്റും, ലൈറ്റും, കാർബോഹൈഡ്രേറ്റും അതിനെ അപ്രഗുലേറ്റ് ചെയ്യും. പ്രോട്ടീൻ ഉണ്ടായാൽ മാത്രം പോരാ. ഈ പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടീനെ പലപ്പോഴും ചില കൈനേസുകൾ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്റ്റീവായിട്ട് വെച്ചേക്കുമായിരിക്കും. ആ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്ന ഫോസ്ഫറ്റേസിനെയും ഇവർ ആക്റ്റീവ് ആക്കുന്നു. ആ ഈ ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യുമ്പോഴാണ് ആക്റ്റീവ് ഫോം ഓഫ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഞാൻ ഒന്നുകൂടെ ഇത് പറയാം. നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? കൺവേർഷൻ ഓഫ് NO3 to NO2 യൂസിങ് റെഡ്യൂസിങ് പവർ ഓഫ് NADPH ഓർ NADH. മെയിനായിട്ടും റൂട്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസിൽ കാണുന്ന എൻസൈമാണിത്. ഈ എൻസൈം എപ്പോഴാണ് ആക്റ്റീവ് ആകേണ്ടത്? നൈട്രേറ്റ് ഉള്ളപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ലൈറ്റ് ഉള്ളപ്പോൾ, ഈ റെഡ്യൂസിങ് പവർ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ളപ്പോൾ. എങ്ങനെയാണ് ഈ ജീനിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഈ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ്റെ അപ്രഗുലേഷൻ ഇവർ നടത്തുന്നു.
ട്രാൻസ്ലേഷൻ്റെ അപ്രഗുലേഷൻ നടത്തുന്നു. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് mRNA, ട്രാൻസ്ലേഷൻ്റെ ഫലമായിട്ട് പ്രോട്ടീൻ. പക്ഷേ പ്രോട്ടീൻ ഉണ്ടായാൽ പോലും ചില കൈനേസുകൾ ഈ പ്രോട്ടീനെ ഇനാക്റ്റീവായിട്ട് നിർത്തും. അപ്പോൾ ആ കൈനേസുകളുടെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്ന എങ്ങനെയാണ്? ഈ കൈനേസ് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ഇനാക്റ്റീവ് ആക്കി കളഞ്ഞു. ആ ഇനാക്റ്റീവായ കണ്ടീഷനും ആക്റ്റീവ് ആവുന്ന എന്താണ്? ആ ഫോസ്ഫേറ്റ് റിമൂവൽ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഇത് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ലെവലിലുള്ള അപ്രഗുലേഷൻ കൂടാതെ ഈ ഫാക്ടേഴ്സ് ലൈറ്റും കാർബോഹൈഡ്രേറ്റും ഫോസ്ഫറ്റേസിനെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ നൈട്രേറ്റ് റിഡക്ടേസ് പ്രോട്ടീനെ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഇൻഹിബിറ്ററി ഫോസ്ഫോറൈലേഷൻ ഇല്ലാണ്ടാക്കി ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്ത് അതിനെ ആക്റ്റീവ് ആക്കുന്നു. അപ്പോൾ അങ്ങനെയെല്ലാമാണ് നൈട്രേറ്റും ലൈറ്റും കാർബോഹൈഡ്രേറ്റും ഈ പറയുന്ന നൈട്രേറ്റ് റിഡക്റ്റേഴ്സിനെ അപ്രഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നേരെ ഇതിൻ്റെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡാർക്ക്നെസ്സും Mg2+ഉമാണ് ഇതിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഡാർക്ക്നെസ്സും Mg2+ഉം. അപ്പോൾ ഡാർക്ക്നെസ് അല്ലെങ്കിൽ Mg2+, ഡാർക്ക്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡാർക്ക്നെസ്സിൻ്റെ സമയത്ത് ഈ പറയുന്ന ഈ റെഡ്യൂസിങ് പവർ ഒന്നും അത്രമാത്രം അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ ഡാർക്ക്നെസ്, Mg2+, ഈ രണ്ട് ഫാക്ടേഴ്സ് ഈ പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്ടിവേറ്റ് ചെയ്യുന്ന കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഡാർക്ക്നെസ്സും Mg2+ഉം. അപ്പോൾ ഡാർക്ക്നെസ്സിലും Mg2+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴും കൈനേസ് ആക്റ്റീവ് ആകുന്നു. കൈനേസ് വന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു, അതിനെ ഇനാക്റ്റീവായിട്ട് നിർത്തും. ആ ഫോസ്ഫേറ്റിനെയാണ് ഫോസ്ഫറ്റേസ് ഇനാക്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ ഡാർക്ക്നെസ്സിലും Mg2+ലും ഇത് ഡൗൺ റെഗുലേറ്റഡ് ആകുന്നു. എങ്ങനെ? നൈട്രേറ്റ് റിഡക്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈമിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കൈനേസിനെ ഡാർക്ക്നെസ്സും Mg2+ഉം ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് ഇനാക്റ്റീവ് ആകുന്നു. ആ ഇൻഹിബിറ്ററി എഫക്റ്റാണ് ലൈറ്റും കാർബോഹൈഡ്രേറ്റും ഫോസ്ഫറ്റേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വഴി ഈ ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്ത് ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്പ് റെഗുലേഷനും ഡൗൺ റെഗുലേഷനും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു, നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രജൻ അസിമിലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? സോയിലുള്ള HNO3 റൂട്ട് സെല്ലുകൾ എക്രോസ് മെംബ്രെയിൻ ആക്റ്റീവായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. HNO3 അല്ലെങ്കിൽ NO3 സൈറ്റോപ്ലാസിൽ എൻട്രി ചെയ്യുന്നു. NO3 റൂട്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസിൽ വെച്ച് NO3 NO2 ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. എൻസൈം നൈട്രേറ്റ് റിഡക്റ്റേസ്. അപ്പോൾ എങ്ങനെയാണ് നൈട്രേറ്റ് റിഡക്റ്റേസ് നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്ത് NADPH അല്ലെങ്കിൽ NADH ഉള്ള റെഡ്യൂസിങ് പവർ ഉപയോഗിച്ച് NO3 ഈസ് കൺവേർട്ടഡ് ടു NO2. NADPH ആണ് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ NADP ആയിട്ട് മാറും. NADH ആണ് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ NAD ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സൈറ്റോപ്ലാസിലാണ് ഇപ്പോൾ നമ്മുടെ നൈട്രൈറ്റ് നിൽക്കുന്നത്. NO3 NO2 നൈട്രൈറ്റ് ആയിട്ട് എൻ്റർ ചെയ്തു. അത് നൈട്രേറ്റ് റിഡക്റ്റേഴ്സ് അതിനെ നൈട്രൈറ്റ് ആക്കി മാറ്റും. ഇപ്പോഴും ഈ നൈട്രേറ്റ് സൈറ്റോപ്ലാസിലാണുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് എൻസൈം. നമ്മൾ ഇനി ഈ എൻസൈമിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നു. എൻസൈമിനെ പറ്റി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം അല്ലെങ്കിൽ നൈട്രേറ്റ് റിഡക്റ്റേഴ്സിൻ്റെ അതിൻ്റെ കമ്പോണൻറ്റ്, അതിൻ്റെ പല പല പാർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ നൈട്രേറ്റ് റിഡക്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞു. NO3നെ NO2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് നൈട്രേറ്റ് റിഡക്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആ എൻസൈമിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഈ കാണിച്ചിരിക്കുന്നതാണ് നൈട്രേറ്റ് റിഡക്റ്റേഴ്സിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് രണ്ട് പോളിപെപ്റ്റൈഡുകൾ, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് പോളിപെപ്റ്റൈഡുകൾ ഈ എൻസൈമിലുണ്ട്. അപ്പോൾ ഒരു മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് സബ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഓരോ സബ് യൂണിറ്റിലും 3 വ്യക്തമായിട്ടുള്ള ഡൊമൈനുകളുണ്ട്. മോളിബിഡിനം ബൈൻഡിങ് ഡൊമൈൻ, ഹീം ബൈൻഡിങ് ഡൊമൈൻ, FAD ബൈൻഡിങ് ഡൊമൈൻ. അപ്പോൾ അങ്ങനെ 3 ഡൊമൈൻ, മോളിബിഡിനം ബൈൻഡിങ് ഡൊമൈൻ, ഹീം ബൈൻഡിങ് ഡൊമൈൻ, FAD ബൈൻഡിങ് ഡൊമൈൻ. അപ്പോൾ അങ്ങനെയുള്ള 3 ഡൊമൈനുകൾ ഈ ഓരോ സബ് യൂണിറ്റിലും ഉണ്ട്, അല്ലെങ്കിൽ ഓരോ പോളിപെപ്റ്റൈഡിലും ഉണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NADH നിന്നോ അല്ലെങ്കിൽ NADPH നിന്നുള്ള 2 ഇലക്ട്രോൺ C ടെർമിനലുള്ള FAD ഡൊമൈൻ വഴി, ഹീം ബൈൻഡിങ് ഡൊമൈൻ വഴി, മോളിബിഡിനം ബൈൻഡിങ് ഡൊമൈൻ വഴി ഫൈനലി NO3 ആ NO3 ഈ ഇലക്ട്രോൺ വഴി NO3 ഈസ് റെഡ്യൂസ് ടു NO2. ഇതാണ് ബേസിക്കലി നൈട്രേറ്റ് റിഡക്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനുകൾ ഒന്ന് ഓർത്തിരുന്നേക്കുക. പിന്നെ മോളിബിഡിനം എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻ്റ് ഉപയോഗിക്കുന്ന ചുരുക്കം ചില എൻസൈമുകളിൽ ഒന്നാണ് ഈ പറയുന്ന നൈട്രേറ്റ് റിഡക്റ്റേഴ്സ്. അപ്പോൾ മോളിബിഡിനത്തിൻ്റെ ഡെഫിഷ്യൻസി പലപ്പോഴും പ്ലാന്റുകളിൽ
ഈ പറയുന്ന നൈട്രേറ്റിൻ്റെ അക്യുമുലേഷന് കാരണമാകും. നമുക്കിപ്പോൾ മനസ്സിലാകാൻ പറ്റും, മോളിബിഡിനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻസൈം ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ മോളിബിഡിനത്തിൻ്റെ ആബ്സെൻസിൽ നൈട്രേറ്റ് NO3 ആയിട്ട് തന്നെ അക്യുമുലേറ്റ് ചെയ്യും. NO3 to NO2 കൺവേർഷൻ നടക്കത്തില്ല. അപ്പോൾ ഇതാണ് നൈട്രേറ്റ് റിഡക്റ്റേസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് നമ്മൾ ഒരു ഷൂട്ടിലും റൂട്ടിലും നൈട്രേറ്റ് റിഡക്റ്റേസ് പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ എൻസൈമിൻ്റെ എക്സ്പ്രഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം നൈട്രേറ്റ് റിഡക്റ്റേസ് റൂട്ടിലും ഷൂട്ടിലും എക്സ്പ്രസ് ആകുന്നുണ്ട്. കാരണം ഈ റൂട്ടിൽ സോയിലുള്ള നൈട്രേറ്റ് അബ്സോർവ് ചെയ്ത് റൂട്ടിലെ സെല്ലുകൾ എക്സസ് ആയിട്ട് നൈട്രേറ്റ് ഉണ്ടാകുമ്പോൾ കണ്ടക്റ്റീവ് ടിഷ്യൂ വഴി ഇത് ഷൂട്ടിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെയുള്ള നൈട്രേറ്റ് റിഡക്റ്റേസും നൈട്രേറ്റിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂട്ടിലും ഷൂട്ടിലും നൈട്രേറ്റ് റിഡക്റ്റേസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ വിചാരിക്കാം, റൂട്ടല്ലേ മെയിനായിട്ടും നൈട്രേറ്റ് അബ്സോർവ് ചെയ്യുന്നത്, അതുകൊണ്ട് റൂട്ടിൽ മാത്രമേ നൈട്രേറ്റ് റിഡക്റ്റേസ്. അങ്ങനെയല്ല, റൂട്ടിലുള്ള സെല്ലുകളിൽ എക്സസ് ആയിട്ട് വരുന്ന നൈട്രേറ്റ് ഷൂട്ടിലോട്ട് ട്രാൻസ്പോർട്ടർ ആകുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം റൂട്ടിലും ഷൂട്ടിലും എക്സ്പ്രസ് ആകുന്നു. ഇപ്പം ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന NO3 to NO2 കൺവേർഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം പോസിറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷന് പോസിറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് നൈട്രേറ്റ് തന്നെയാണ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, ലൈറ്റ്. ഈ 3 പോസിറ്റീവ് റെഗുലേറ്റേഴ്സിൻ്റെ പ്രസൻസിൽ നൈട്രേറ്റ് റിഡക്റ്റേസ് പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈം എക്സ്പ്രസ് ആകുന്നു. അപ്പോൾ ഒരു പ്രോട്ടീൻ എക്സ്പ്രസ് ആണെങ്കിൽ ഫസ്റ്റ് ആ ജീനിൽ നിന്നും mRNA ഉണ്ടാകണം, ആ mRNAയിൽ നിന്നും പിന്നെ പ്രോട്ടീൻ ഉണ്ടാകണം. അതാണ് പ്രോസസ്സ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ലൈറ്റ്, നൈട്രേറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, ഈ 3 ഫാക്ടേഴ്സിൻ്റെ പ്രസൻസിൽ നൈട്രേറ്റ് റിഡക്റ്റേസ് ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും അതിൻ്റെ ട്രാൻസ്ലേഷനും നടക്കുന്നു. അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഉണ്ടാകുന്നു, mRNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പോസിറ്റീവ് റെഗുലേറ്റേഴ്സിൻ്റെ പ്രസൻസിൽ സഡനായിട്ട് റൂട്ടിലായിക്കോട്ടെ ഷൂട്ടിലായിക്കോട്ടെ നൈട്രേറ്റ് റിഡക്റ്റേസ് mRNAയുടെ ക്വാണ്ടിറ്റി നൈട്രേറ്റ് റിഡക്റ്റേസ് mRNAയുടെ ക്വാണ്ടിറ്റി ഈ പോസിറ്റീവ് റെഗുലേറ്റർ ആയിട്ടുള്ള ലൈറ്റ്, കാർബോഹൈഡ്രേറ്റ്, നൈട്രേറ്റിൻ്റെ പ്രസൻസിൽ സഡനായിട്ട് mRNAയുടെ ക്വാണ്ടിറ്റി റൂട്ടിലും ഷൂട്ടിലും ഒരുപാട് കൂടുതൽ കാണപ്പെടുന്നു. പക്ഷേ അതിന് പ്രൊപ്പോർഷണലായിട്ട് ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാകുന്നില്ല. പ്രോട്ടീൻ ഗ്രാജുവലായിട്ടാണ് ഈ പറയുന്ന പ്രോട്ടീൻ്റെ എക്സ്പ്രഷൻ നടക്കുന്നത്. ഈ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആകും. അപ്പോൾ ഈ പിങ്ക് ആയിട്ടുള്ള 2 ഗ്രാഫുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, പിങ്ക് ആയിട്ടുള്ള 2 ഗ്രാഫുകൾ കാണിച്ചിരിക്കുന്നത്, ഒന്ന് ഷൂട്ടിലെ നൈട്രേറ്റ് റിഡക്റ്റേസ് പ്രോട്ടീനുകളുടെ എക്സ്പ്രഷനാണ്. ഇത് റൂട്ടിലെ നൈട്രേറ്റ് റിഡക്റ്റേസ് പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈമിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇത് നോക്കുക, 4, 8, 12, 16, 20, 24. അപ്പോൾ ടൈം ആഫ്റ്റർ ഇൻഡക്ഷൻ, അതായത് ഈ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ലൈറ്റ്, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നൈട്രേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് റെഗുലേറ്റേഷൻ്റെ പ്രസൻസിൽ 4, 8, 12, 16, 20, 24 മണിക്കൂർ ഈ സമയത്തിനുള്ളിൽ ഗ്രാജുവലായിട്ടുള്ള ഇൻക്രീസ് ഇൻ നൈട്രേറ്റ് റിഡക്റ്റേസ് എൻസൈം കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻഡക്ഷൻ്റെ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റൂട്ടിലായിക്കോട്ടെ ഷൂട്ടിലായിക്കോട്ടെ, ഇത് റൂട്ടിൻ്റെ ആണ്, ഭയങ്കരമായിട്ട് mRNAയുടെ പ്രൊഡക്ഷൻ കൂടുന്നു. ഷൂട്ടിലും അതിനനുസരിച്ച് വളരെയധികം കൂടുന്നു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡക്ഷൻ. പക്ഷേ ഈ ഇത്രയും കൂടുന്നതിന് റിലേറ്റീവായിട്ടുള്ള ഒരു പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതായത് mRNA ഉണ്ടാകുന്നു, പക്ഷേ mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ആകുന്നില്ല. പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ ഗ്രാജുവലാണ്, പക്ഷേ mRNA സഡൻലി അതിൻ്റെ എക്സ്പ്രഷൻ mRNA. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നു. ആ ട്രാൻസ്ക്രിപ്ഷന് ശേഷം ട്രാൻസ്ക്രിപ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള mRNAയിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാകുന്നത് ഗ്രാജുവലായിട്ടാണ്. പക്ഷേ mRNA ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡക്ഷൻ അതിൻ്റെ മാക്സിമൽ വാല്യൂലോട്ട് പോകുന്നു. ഇത് ഒരു ഒബ്സർവ്ഡ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.
ഒരു നൈട്രേറ്റ് ഡിറ്റക്ടേഴ്സിൻ്റെ പോസിറ്റീവ് റെഗുലേറ്റർ ആയിട്ടുള്ള ലൈറ്റ്, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നൈട്രേറ്റ്, ഈ 3 ഫാക്ടേഴ്സിൻ്റെ പ്രസൻസിൽ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ വഴിയുള്ള mRNA പ്രൊഡക്ഷൻ സഡൻലി അതിൻ്റെ പീക്കിലോട്ട് എത്തുന്നു. എന്നാൽ അതിന് പ്രൊപ്പോർഷണലായിട്ടല്ല എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ, ട്രാൻസ്ക്രിപ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള mRNA എന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുന്നത് ഗ്രാജുവലായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതൊരു ഒബ്സർവ്ഡ് ഫാക്ട് ആണ്. അപ്പോൾ ഇതാണ് നൈട്രേറ്റ് ഡിറ്റക്ടേഴ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ പ്ലാന്റ് റൂട്ടിൽ അബ്സോർവ് ചെയ്ത നൈട്രേറ്റ് NO3, നൈട്രേറ്റ് ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈം NADPHൻ്റെയോ അല്ലെങ്കിൽ NADHൻ്റെയോ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ചിട്ട് NO2 ആയിട്ട് റെഡ്യൂസ് ചെയ്ത കാര്യം കണ്ടു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെവിടെയാണ് സംഭവിച്ചത്? സൈറ്റോപ്ലാസ്റ്റിലാണ്. റൂട്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസ്റ്റിലാണ് സംഭവിച്ചത്. ഈ NO2 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു ടോക്സിക് എഫക്റ്റ് ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആനിമൽസിലാണ് വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ പോലും പ്ലാന്റ്സിലും പലപ്പോഴും ഈ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളുടെ അക്യുമുലേഷൻ പ്രശ്നം. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന NO3 NO2 ആയിട്ട് മാറി. അപ്പോൾ ഇത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസിലാണ് ആ പ്രോസസ്സ് സംഭവിച്ചത്. നൈട്രേറ്റ് റിഡക്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈം സൈറ്റോപ്ലാസിലാണ് ഉള്ളത്. ഇനി ഈ നൈട്രൈറ്റ് NO2 ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോറോപ്ലാസ്റ്റിലോട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡിലോട്ടോ ട്രാൻസ്പോർട്ടർ ആകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് സെല്ലുകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. നമ്മൾ കണ്ടു ഈ NO3യുടെ അബ്സോർഷൻ നടക്കുന്നത് റൂട്ടിലാണ്. NO3 NO2 ആയിട്ട് കൺവേർട്ടഡ് ആകുന്നതും റൂട്ടിലാണ്. റൂട്ട് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിലാണ്. അപ്പോൾ റൂട്ട് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. പക്ഷേ നടക്കുന്നത് എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള സെല്ലിൽ വെറും ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, ഗ്രീൻ അല്ലാത്ത പ്ലാസ്റ്റിഡിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലാസ്റ്റിഡിലോട്ട്. ഇനി ലീഫിലാണെങ്കിൽ ഇത് ക്ലോറോപ്ലാസ്റ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കും ലീഫിൽ എങ്ങനെയാണ് ഇത് എത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിൽ എക്സസ് ആയിട്ട് NO3 അല്ലെങ്കിൽ NO2 ഉണ്ടാകുകയാണെങ്കിൽ അബ്സോർഷൻ സമയത്ത് അത് കുറച്ച് ഈ പറയുന്ന കണ്ടക്റ്റീവ് ടിഷ്യൂ വഴി ഗ്രീൻ ആയിട്ടുള്ള ലീഫിലോട്ടൊക്കെ ട്രാൻസ്പോർട്ടർ ആകും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? അവിടെ ക്ലോറോപ്ലാസ്റ്റ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ റൂട്ടിൽ പ്ലാസ്റ്റിഡ്, ലീഫിലൊക്കെ സെല്ലുകളിൽ എന്താണ് ക്ലോറോപ്ലാസ്റ്റിലോട്ട്. ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി പറയുന്നു. റൂട്ട് സെല്ലുകൾ സോയിൽ നിന്നും അബ്സോർവ് ചെയ്ത NO3 ഈസ് കൺവേർട്ടഡ് ടു NO2 ബൈ ദ എൻസൈം നൈട്രേറ്റ് റിഡക്ടേഴ്സ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. NO3 NO2 ആയി. ഇത് റൂട്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസിൽ വെച്ചാണെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടായ NO2 ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലാസ്റ്റിഡ്, റൂട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിഡിലോട്ട് ട്രാൻസ്പോർട്ടർ ആകുന്നു. നോൺ ഗ്രീൻ ആയിട്ടുള്ള എന്താണ് പ്ലാസ്റ്റിഡിലോട്ട്. അവിടെ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ലീഫ് സെല്ലുകളിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ലീഫ് സെല്ലിൽ ഇത് എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഈ NO3 അല്ലെങ്കിൽ NO2 കണ്ടക്റ്റീവ് ടിഷ്യൂ വഴി ലീഫിലോട്ട് എത്തുന്നു. അവിടുത്തെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. NO2 അതായത് നമുക്ക് ഇപ്പോൾ നമ്മളെന്താണ് നൈട്രേറ്റ് അസിമിലേഷനെ പറ്റി പറഞ്ഞു. NO3 to NO2 ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് NO2 to NH4 ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നടന്നു. NO3 to NO2 എവിടെ നടന്നു? സൈറ്റോപ്ലാസം നടന്നു. NADPH അല്ലെങ്കിൽ NADHൻ്റെ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ച് നൈട്രേറ്റ് റിഡക്ടേഴ്സ് ചെയ്തു. ഇനി ആ NO2 ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇമീഡിയറ്റ് ആയിട്ട് സൈറ്റോപ്ലാസ്റ്റിന് വേറെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് ടു ക്ലോറോപ്ലാസ്റ്റ്. എവിടെ? ലീഫിലാണെങ്കിൽ പ്ലാസ്റ്റിഡ് ഇൻ റൂട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിലോട്ട് ട്രാൻസ്പോർട്ടർ ആകുന്നു. ലീഫിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലോട്ട്. ലീഫും എന്തുകൊണ്ട് വന്നു എന്നുള്ള റീസൺ ഞാൻ പറഞ്ഞു. എക്സ് ആയിട്ടുള്ളത് ലീഫിലോട്ട് ട്രാൻസ്പോർട്ടർ ആകും. ഓക്കെ, അപ്പോൾ അങ്ങനെ NO2 ഇപ്പോൾ എവിടെ എത്തി? റൂട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിഡിലെത്തി, ലീഫിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലെത്തി. അവിടെ ഒരു എൻസൈം ഉണ്ട്, നൈട്രൈറ്റ് റിഡക്ടേഴ്സ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞു നൈട്രൈറ്റ് റിഡക്ടേഴ്സ് ആയിരുന്നു. ഇപ്പോൾ എന്താണ്? നൈട്രൈറ്റ് NO2നെ റെഡ്യൂസ് ചെയ്യുന്നത്. NO3നെ റെഡ്യൂസ് ചെയ്ത് NO2 ആക്കി. ഇനി NO2നെ റെഡ്യൂസ് ചെയ്ത് NH4 ആക്കുന്ന എൻസൈം നൈട്രൈറ്റ് റിഡക്ടേഴ്സ്. ഈ നൈട്രൈറ്റ് റിഡക്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈം NO2വിനെ ഫെറിഡോക്സിൻ നമ്മൾ കണ്ടാണ് അല്ല, ഫെറിഡോക്സിൻ്റെ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ചിട്ട് എന്തായിട്ട് മാറ്റുന്നു?
NH4 ആക്കി മാറ്റുന്നു. ഇതാണ് നമ്മൾ NO2 ഈസ് കൺവേർട്ടഡ് ടു NH4 ബൈ ദ എൻസൈം നൈട്രേറ്റ് റിഡക്ടേസ് കൺസ്യൂമിങ് 6 റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ. 6 റെഡ്യൂസ്ഡ് ഫെറിഡോക്സിനും 8H+6 ഇലക്ട്രോൺ ഉപയോഗിച്ച് NH4 ആക്കി മാറ്റുന്നു. NH4 അപ്പോൾ ഈ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ഈസ് ഓക്സിഡൈസ്ഡ് ആകുന്നു. പിന്നെ എന്തായിരുന്നു? 2H2 ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൺസേൺ ആയിട്ടുള്ള എന്തിനെ പറ്റിയാണ്? NO3യുടെ റിഡക്ഷൻ വഴി NO2 ഉണ്ടായി. NO2 ഈസ് ഫർദർ റെഡ്യൂസ്ഡ് ടു NH4 ബൈ ദ എൻസൈം നൈട്രേറ്റ് റിഡക്ടേസ് കൺസ്യൂമിങ് 6 റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ. അപ്പോൾ ഇതാണ് നമ്മൾ കൺസേൺ. അപ്പോൾ ഇവിടെ ആരുടെ റെഡ്യൂസിങ് പവർ ഉപയോഗിച്ചത്? ഫെറിഡോക്സിൻ്റെ റെഡ്യൂസിങ് പവർ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഫെറിഡോക്സിൻ എവിടെയാണ് ഉണ്ടാകുന്നത്? റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ എവിടെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഗ്രീൻ സെല്ലുകളിൽ. നമ്മൾ പറഞ്ഞു എക്സസ് ആയിട്ടുള്ള NO2 എങ്ങോട്ട് ട്രാൻസ്പോർട്ടർ ആകുന്നത്? ലീഫിലോട്ട് ട്രാൻസ്പോർട്ട്. ഗ്രീൻ സെല്ലാണെങ്കിൽ ഫോട്ടോസിന്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ഉണ്ടാകുന്നു. എപ്പോൾ? ലൈറ്റ് ഉള്ളപ്പോൾ. നമ്മൾ കണ്ടതാണ് ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ. അപ്പോൾ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഗ്രീൻ സെല്ലുകളിൽ എപ്പോഴാണ് റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന NO2വിൻ്റെ റിഡക്ഷൻ ടു NH4ന് വേണ്ടി വരുന്ന റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ഗ്രീൻ സെല്ലുകളിൽ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു. നമ്മൾ ഫോട്ടോസിന്തസിലോട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ്റെ കാര്യമൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി റൂട്ട് സെല്ലുകളിൽ ഈ പറയുന്ന റെഡ്യൂസ്, കാരണം ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ക്ലോറോപ്ലാസ്റ്റിൽ മാത്രമേ ഫെറിഡോക്സിൻ്റെ റിഡക്ഷൻ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈറ്റ് റിയാക്ഷൻ നടക്കത്തുള്ളൂ. അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വയുടെ ഫലമായിട്ട് ഉണ്ടായ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന റിഡക്ഷൻ ഓഫ് NO2 ടു NH4 നടക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ഗ്രീൻ സെല്ലുകളിൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ നമുക്ക് ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ട് റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ഉണ്ടാകാം. പക്ഷേ മെയിനായിട്ടും NO2 ടു NH4 നൈട്രൈറ്റ് ടു അമോണിയം കൺവേർഷൻ നടക്കുന്നത് റൂട്ട് സെല്ലാണ്. റൂട്ട് സെല്ലിൽ ഫെറിഡോക്സിൻ എവിടുന്ന് വരുന്നു? പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്ത് നമ്മൾ കണ്ടതാണ് ഭാഗമായിട്ട് ഉണ്ടാകുന്ന റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ആണ്. അപ്പോൾ നമ്മുടെ NO3 ആയിട്ട് വന്ന NO3 സൈറ്റോപ്ലാസ്റ്റിൽ വെച്ച് NO2 ആയി. NO2 പ്ലാസ്റ്റിഡിലോട്ടോ ക്ലോറോപ്ലാസ്റ്റിലോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്തു. അവിടെ വെച്ച് NO2 നൈട്രേറ്റ് റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് NO2 NH4 ആയിട്ട് മാറി. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമാണ് നൈട്രേറ്റ് റിഡക്ടേസ്. ഇത് പ്ലാസ്റ്റിഡിലോ ക്ലോറോപ്ലാസ്റ്റിലോ കാണപ്പെടുന്ന എൻസൈമാണ്. ഓക്കെ, റെഡ്യൂസ്ഡ് ഫെറിഡോക്സിനാണ് റെഡ്യൂസിങ് പവറായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നൈട്രേറ്റ് റിഡക്ടേസിന് എങ്ങനെയാണ് റെഗുലേറ്റഡ് ആകുന്നത്? നൈട്രേറ്റ് റെഗുലേറ്റഡ് ആകുന്ന NO3യുടെ പ്രസൻസിൽ അക്യുമുലേഷൻ ഓഫ് NO3യുടെ സമയത്ത് തന്നെ നൈട്രേറ്റ് റിഡക്ടേസ് ആക്റ്റീവ് ആവുന്നു. ലൈറ്റ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ലൈറ്റ് ഇതിന് വേണം, കാരണം ഇപ്പോൾ ഈ ഫെറിഡോക്സിനൊക്കെ എപ്പോഴാണ് റെഡ്യൂസ്ഡ് കണ്ടീഷൻ എപ്പോഴുണ്ടാകുന്നത്? ലൈറ്റാണ്. പിന്നെ ഇതിനെ അപ്പോൾ ഈ 2 ഫാക്ടേഴ്സാണ് നൈട്രേറ്റ് റിഡക്ടേഴ്സിനെ അപ്രഗുലേറ്റ് ചെയ്യുന്നത്. NO3, പ്രസൻസ് ഓഫ് NO3 ഇൻ സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ്? ലൈറ്റ്. ഇനി അതിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നത് 2 അമിനോ ആസിഡുകളാണ്, അസ്പാർജിനും ഗ്ലൂട്ടാമിനും. അസ്പാർജിൻ്റെയും ഗ്ലൂട്ടാമിൻ്റെയും അക്യുമുലേഷൻ ഈ നൈട്രേറ്റ് റിഡക്ടേഴ്സിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അസ്പാർജിനും ഗ്ലൂട്ടാമിനും എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ NH4 ആയിട്ട് മാറിയില്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ NO2 NH4 ആയിട്ട് മാറില്ലേ? ആ അമിനോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ നൈട്രജൻ അസ്പാർജിൻ അല്ലെങ്കിൽ ഗ്ലൂട്ടാമിൻ പോലുള്ള അമിനോ ആസിഡുകളുടെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് അസ്പാർജിനും ഗ്ലൂട്ടാമിനും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അമിനോ ആസിഡ് ബയോസിൻസ് നടന്നപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്, കാരണം NO3 NO2 ആകുന്നു, NO2 NH4 ആകുന്നവരെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഈ NH4 അസ്പാർജിൻ ഗ്ലൂട്ടാമിൻ പോലെയുള്ള അമിനോ ആസിഡുകളുടെ സൈഡ് ചെയിൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള അമിനോ ആസിഡുകളുടെ അക്യുമുലേഷൻ നൈട്രേറ്റ് റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നൈട്രേറ്റ് റിഡക്ടേസിൻ്റെ അപ്പ് റെഗുലേഷനും ഡൗൺ റെഗുലേഷനും കാരണമാകുന്ന ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്താണ്? നൈട്രേറ്റ് റിഡക്ടേസിൻ്റെ അപ്പ് റെഗുലേഷനും ഡൗൺ റെഗുലേഷനും കാരണമാകുന്ന ഫാക്ടേഴ്സ്. അപ്പ് റെഗുലേഷന് NO3യും ലൈറ്റും, ഡൗൺ റെഗുലേഷന് അസ്പാർജിൻ ഗ്ലൂട്ടാമിൻ തുടങ്ങിയ അമിനോ ആസിഡുകളുടെ അക്യുമുലേഷനുമാണ് കാരണമാകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ എൻസൈമിനെ പറ്റി, നൈട്രേറ്റ് റിഡക്ടേഴ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഇനി അടുത്ത
എൻസൈം അല്ലെങ്കിൽ നൈട്രൈറ്റ് റിഡക്റ്റേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നൈട്രേറ്റ് റിഡക്റ്റേസിൻ്റെ കേസിൽ 2 പോളിപെപ്റ്റൈഡ് ഉണ്ട്. ഇവിടെ സിംഗിൾ പോളിപെപ്റ്റൈഡാണുള്ളത്. ഈ സിംഗിൾ പോളിപെപ്റ്റൈഡിൽ അപ്പോൾ ഇതാണ് നൈട്രേറ്റ് റിഡക്റ്റേസിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, അയൺ സൾഫർ സെൻറ്റർ, അയൺ സൾഫർ ക്ലസ്റ്റർ, നമ്മളിത് ഓൾറെഡി കണ്ടതാണ്. അയൺ സൾഫർ ക്ലസ്റ്റർ മിക്ക ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോട്ടീനുകളിലും എന്താണ് അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഒരു അയൺ സൾഫർ ക്ലസ്റ്ററും ഒരു സ്പെഷ്യലൈസ്ഡ് ഹീമും ഉണ്ട് നൈട്രൈറ്റ് റിഡക്റ്റേസിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, നൈട്രൈറ്റ് റിഡക്റ്റേസ് ഫെറിഡോക്സിൽ നിന്നും റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൽ നിന്നുള്ള ഇലക്ട്രോണാണ് NO2 അല്ലേ. നൈട്രൈറ്റ് റിഡക്റ്റേസ് NO2നെ അമോണിയാക്കൂ, NO2നെ NH4 ആക്കുന്നതാണ്. അപ്പം ആ റിഡക്ഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് ഫെറിഡോക്സിൽ നിന്നുള്ള ഇലക്ട്രോണാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന റൂട്ട് സെല്ലിലും ഷൂട്ട് സെല്ലിലും നൈട്രൈറ്റ് റിഡക്റ്റേസ് NO2നെ അമോണിയ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ക്ലോറോപ്ലാസ്റ്റിൽ ഫോട്ടോസിൻ്റെ ഫലമായിട്ടുണ്ടായ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ, നോൺ ഗ്രീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ റൂട്ട് സെല്ലുകളിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്തയുടെ ഫലമായിട്ടുള്ള റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ. അപ്പോൾ അങ്ങനെയുള്ള റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൽ നിന്നുള്ള ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് അയൺ സൾഫർ ക്ലസ്റ്റർ വഴി സ്പെഷ്യലൈസ്ഡ് ഹീം വഴി NO2ന് കിട്ടുന്നു. അങ്ങനെ ഇലക്ട്രോൺ കിട്ടിക്കഴിയുമ്പോൾ NO2 H+ ആക്സെപ്റ്റ് ചെയ്ത് NH4 ആയിട്ട് മാറുന്നു. ഇതാണ് NO2ൻ്റെ റിഡക്ഷൻ ടു അമോണിയ. അപ്പോൾ ഇവിടെ ഡയഗ്രാം നോക്കുക, ലൈറ്റ് ഡിപ്പെൻഡ് ലാറ്റ് റിയാക്ഷൻ. ഇതിപ്പം ഗ്രീൻ സെല്ലിലെ കാര്യം പറഞ്ഞേക്ക്, ലൈറ്റിൻ്റെ പ്രസൻറ്റിൽ ലൈറ്റ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ്. അങ്ങനെയുള്ള ഇലക്ട്രോൺ ആരാണ്? ഫെറിഡോക്സിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഫെറിഡോക്സിൻ റെഡ്യൂസ്ഡ് ആകുന്നു. ആ റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ഇലക്ട്രോൺ നൈട്രൈറ്റ് റിഡക്റ്റേസിൻ്റെ അയൺ സൾഫർ ക്ലസ്റ്ററിന് കൊടുക്കുന്നു. അയൺ സൾഫർ ക്ലസ്റ്ററിൽ നിന്നും സ്പെഷ്യലൈസ്ഡ് ഹീം വഴി NO2ന് കിട്ടുന്നു. NO2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു, പ്ലസ് H+നെയും കൂടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് NH4 ആയിട്ട് മാറുന്നു. അപ്പോൾ അമോണിയ ആയി. അപ്പോൾ ഇതുവരെയുള്ള റിയാക്ഷൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഇതുവരെയുള്ള സ്റ്റെപ്പ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സോയിലുള്ള HNO3 അല്ലെങ്കിൽ NO3, സോയിൽ റൂട്ടിലുള്ള സെല്ലുകൾ മെംബ്രെയിൻ എക്രോസ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് സൈറ്റോപ്ലാസിൽ വെച്ച് ഈ NO3 നൈട്രേറ്റ് റിഡക്റ്റേസിൻ്റെ ഹെൽപ്പോടുകൂടി NO2 ആക്കി മാറ്റുന്നു. ആ NO2 ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോറോപ്ലാസ്റ്റിലോട്ടോ പ്ലാസ്റ്റിഡിലോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ച് നൈട്രൈറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി അമോണിയ ആയിട്ട് കൺവേർട്ട് ആകുന്നു, NH4 ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മൾ ഇതുവരെ ഇപ്പോഴും അമോണിയ ആയിട്ടേ ഉള്ളൂ, ഡയറക്റ്റ്ലി അമോണിയ ഒരു കാര്യത്തിലും ഇല്ല. ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലും അമോണിയ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇനി ഈ അമോണിയയിലുള്ള നൈട്രജൻ നമ്മുടെ പ്രോട്ടീൻ്റെ സൈഡ് ചെയിനായി മാറുമ്പോഴാണ് ബയോമോളിക്യൂളിലോട്ട് അസിമിലേറ്റഡ് ആകുന്നത്. ഇനി ആ പ്രോട്ടീൻ്റെ മെറ്റബോളിസം വഴി പല ബയോമോളിക്യൂൾ ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അസിമിലേറ്റഡ് ആകുക എന്ന് പറയുമ്പോൾ അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനായിട്ട് മാറുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഈ പ്ലാസ്റ്റിഡിൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ നൈട്രൈറ്റ് റിഡക്റ്റേസിൻ്റെ ആക്ടിവിറ്റി കൊണ്ടുണ്ടായ അമോണിയയിലെ ഈ നൈട്രജൻ എങ്ങനെ അമിനോ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡായിട്ട് മാറുന്നുള്ളതാണ്. അതാണ് അടുത്ത് വരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള. അതോടെ കഴിയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അസിമിലേഷൻ എന്നുള്ള ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു പാർട്ടാണ്. നമ്മൾ ഇപ്പോൾ അമോണിയം ഫോം ചെയ്യുന്നത് വരെയായി. അപ്പോൾ എങ്ങനെയാണ് NO3 NO2 ആയി, NO2 NH4 ആയി. ഈ NH4ഉം ടോക്സിക്കാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, NH4 പ്ലാന്റിൽ ടോക്സിക്കാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ബയോമോളിക്യൂളിൻ്റെ ഭാഗമായിട്ട് ഇത് അസിമിലേറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ്. അതായത് അമിനോ ആസിഡുകളുടെ സൈഡ് ചെയിൻ ആയിട്ടാണ് പലപ്പോഴും നമ്മൾ അമിനോ ഗ്രൂപ്പുകളെ കണ്ടിട്ടുള്ളത്. NH3 NH4 എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡ് ചെയിൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അമിനോ ആസിഡുകളിലേക്ക് ഈ NH4 അല്ലെങ്കിൽ അമോണിയം ഇൻകോർപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ബയോമോളിക്യൂളായി അതിൻ്റെ ടോക്സിറ്റി ഇല്ലാണ്ടാകുന്നു.
അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ അസിമിലേഷൻ എന്താണ്? ഈ അമോണിയം ടു അമിനോ ആസിഡ്, അമോണിയത്തിനെ അമിനോ ആസിഡ് ആകുന്ന ഒരു 2 സ്റ്റെപ്പ് റിയാക്ഷനാണ് നമ്മൾ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലൂട്ടാമേറ്റ് 1 3 4 5 6 1 2 3 4 5 6 അല്ല 5 കാർബണും ഒരു അമിനോ ഗ്രൂപ്പും ഉള്ള ഒരു സ്ട്രക്ചർ ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ അമിനോ ആസിഡ്. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് അമോണിയം NH4 ആണ് ഈ കാണിക്കുന്നത്. അമോണിയം ഇതാണ് NH4. നമ്മൾ ഏത് അമോണിയത്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്? ഈ പറയുന്ന നൈട്രൈറ്റ് റിഡക്റ്റേസ് റെഡ്യൂസ് ചെയ്തുണ്ടാക്കിയ അമോണിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡോട് കൂടിയിട്ട് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ATP ഉപയോഗിച്ച് എനർജി ഉപയോഗിച്ചിട്ട് പലപ്പോഴും Mg2+ Mn2+ ഓർ CO2 കോബാൾട്ട് ഇതിൻ്റെയൊക്കെ പ്രസൻസിൽ, ഇങ്ങനെയുള്ള കോഫാക്ടേഴ്സിൻ്റെ പ്രസൻസിൽ ഗ്ലൂട്ടാമേറ്റ് ഗ്ലൂട്ടാമിനായിട്ട് കൺവേർട്ടഡ് ആകുന്നു. അപ്പോൾ ഗ്ലൂട്ടാമേറ്റും ഗ്ലൂട്ടാമിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ അമിനോ ഗ്രൂപ്പ് NH2. ഈ NH2 ഏതാണ്? ആക്ച്വലി അമോണിയമാണ്. ഈ NH4 ആണ് ഇതിലോട്ട് ആഡ് ചെയ്തത്, ഈ കാർബണിലോട്ട് ആഡ് ചെയ്തത്, ഈ ഓക്സിജനിലോട്ട് ആഡ് ചെയ്തത്. അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂട്ടാമിൻ. ഗ്ലൂട്ടാമിനായി കഴിയുമ്പോൾ എന്താണ്? ഈ അമോണിയം ഇപ്പോൾ ഒരു അമിനോ ആസിഡിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ ഈ അമോണിയത്തിന് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമാണ് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ്. അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഓൾറെഡി ഉള്ള അമിനോ ആസിഡിനെ ഗ്ലൂട്ടാമിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് 5 കാർബൺ വിത്ത് സിംഗിൾ അമിനോ ഗ്രൂപ്പ്, അമോണിയം എന്തായിട്ട് മാറുന്നു? ഗ്ലൂട്ടാമിനായിട്ട് മാറുന്നു. 5 കാർബൺ വിത്ത് 2 അമിനോ ഗ്രൂപ്പ്സ്. ആ രണ്ടാമത്തെ അമിനോ ഗ്രൂപ്പ് നമ്മുടെ അമോണിയത്തിൽ നിന്നുണ്ടായതാണ്. എൻസൈമിൻ്റെ പേര് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ്. ഇനി ഈ അമോണിയം അല്ലെങ്കിൽ ഗ്ലൂട്ടാമിൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഇത് ഫസ്റ്റ്, അപ്പോൾ നമ്മൾ ഇത് ബയോമോളിക്യൂളിൻ്റെ പാർട്ടായി, ഇതിന് കുഴപ്പമില്ല. ഇനി ഗ്ലൂട്ടാമിൻ അക്യുമുലേറ്റ് ചെയ്യുവാണെങ്കിൽ മറ്റൊരു എൻസൈം ആക്റ്റീവ് ആകുന്നു, ഗ്ലൂട്ടാമേറ്റ് സിന്തറ്റേസ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഗ്ലൂട്ടാമേറ്റ് അമോണിയം കൂടെ ചേർത്തിട്ട് ഗ്ലൂട്ടാമിൻ ആക്കുന്ന എൻസൈം ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ്. അപ്പോൾ കൂടുതലായിട്ട് ഗ്ലൂട്ടാമിൻ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് എൻസൈം ആക്റ്റീവ് ആവുന്നു ഗ്ലൂട്ടാമേറ്റ് സിന്തറ്റേസ് എന്ത് ചെയ്യുന്നു? ഗ്ലൂട്ടാമിനെ നോക്കുക, ഈ 1 2 3 4 5 5 കാർബൺ പ്ലസ് 2 അമിനോ ഗ്രൂപ്പുള്ള ഗ്ലൂട്ടാമിൻ സിന്തറ്റേസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടുണ്ടായ ഗ്ലൂട്ടാമിനും 2 ഓക്സോഗ്ലൂട്രേറ്റ് 1 2 3 4 5 5 കാർബണേ ഉള്ളൂ ആ കോമ്പൗണ്ട്. 5 കാർബൺ അമിനോ ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ 2 ഓക്സോഗ്ലൂട്രേറ്റും ഗ്ലൂട്ടാമിനും കൂടെ കൂടിയിട്ട് ഈ ഗ്ലൂട്ടാമിനിലുള്ള ഒരു അമിനോ ഗ്രൂപ്പ്, ഇപ്പോൾ കിട്ടിയ അഡീഷണൽ ആയിട്ടുള്ള അമിനോ ഗ്രൂപ്പ് ആർക്ക് കൊടുക്കുന്നു? 2 ഓക്സോഗ്ലൂട്രേറ്റ് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് സിന്തറ്റേസ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ 5 കാർബണുള്ള ഗ്ലൂട്ടാമിൻ വിത്ത് 2 അമിനോ ഗ്രൂപ്പ്, ഇവിടെ 5 കാർബണുള്ള 2 ഓക്സോഗ്ലൂട്രേറ്റ് വിത്ത് നോ അമിനോ ഗ്രൂപ്പ്. അതെന്താ ചെയ്യുന്നത്? ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ 2 ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാകുന്നു. എന്താ വ്യത്യാസം? ഇവിടെ 2 ഓക്സോഗ്ലൂട്രേറ്റും ഗ്ലൂട്ടാമിൻ തമ്മിലുള്ള വ്യത്യാസം ആകെപ്പാടെ അഡീഷണൽ ആയിട്ട് ഒരു അമിനോ ഗ്രൂപ്പിൻ്റെയാണ്. ആ ഒരു അമിനോ ഗ്രൂപ്പിനെ എടുത്ത് ആർക്ക് കൊടുക്കുന്നു? 2 ഓക്സോഗ്ലൂട്രേറ്റിന് കൊടുക്കുമ്പോൾ 2 ഓക്സോഗ്ലൂട്രേറ്റ് ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു, ഗ്ലൂട്ടാമിനും ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൽ നിന്നും 2 ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഈ 2 ഗ്ലൂട്ടാമേറ്റ്? നോക്കുക, ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്ലൂട്ടാമിൻ സിന്തറ്റേസിൻ്റെ ആക്ഷൻ കൊണ്ട് ഗ്ലൂട്ടാമേറ്റിന് ഈ ഭാഗത്താണ് ആ പുതിയ അമിനോ ഗ്രൂപ്പ് കിട്ടിയത്. ആ അമിനോ ഗ്രൂപ്പിനെ എടുത്തിട്ട് എവിടെ കൊടുത്തു? 2 ഓക്സോഗ്ലൂട്രേറ്റിന് കൊടുത്തു. അപ്പോൾ 2 ഓക്സോഗ്ലൂട്രേറ്റ് ഗ്ലൂട്ടാമേറ്റായിട്ട് മാറി. ഗ്ലൂട്ടാമിൻ അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ഗ്ലൂട്ടാമേറ്റായിട്ട് മാറി. അപ്പോൾ 2 ഗ്ലൂട്ടാമേറ്റ്. ഈ 2 ഗ്ലൂട്ടാമേറ്റിനും പിന്നെ വീണ്ടും പോയിട്ട് എന്താണ്? നേരെ പോയിട്ട് അമോണിയത്തിൽ നിന്നും വീണ്ടും അമോണിയം അക്സെപ്റ്റ് ചെയ്തിട്ട് അല്ലേ ഗ്ലൂട്ടാമേറ്റിന് എന്തായിട്ട് മാറാൻ പറ്റും? അപ്പോൾ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മളുടെ അമോണിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന 5 കാർബൺ കോമ്പൗണ്ട് വിത്ത് സിംഗിൾ അമിനോ ഗ്രൂപ്പിലോട്ട് അമോണിയം ഇൻകോർപ്പറേറ്റഡ് ആകുന്നു. ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ATP ഉപയോഗിച്ച്.
അത് ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന 5 കാർബൺ കോമ്പൗണ്ട് വിത്ത് 2 അമിനോ ഗ്രൂപ്പിൻ്റെ പ്രൊഡക്ഷന് കാരണമാകുന്നു. ഇതിന് ഇങ്ങനെ ഈ ഗ്ലൂട്ടാമിൻ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു എൻസൈം ആക്റ്റീവ് ആകുന്നു, ഗ്ലൂട്ടാമേറ്റ് സിന്തേസ്. ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂട്ടാമിനെയും 2 ഓക്സോഗ്ലൂട്ടറേറ്റ്, ഒരു വെറും 5 കാർബൺ കോമ്പൗണ്ട്, അമിനോ ഗ്രൂപ്പേ ഇല്ല, ആ പുതിയതായിട്ട് കിട്ടിയ അമിനോ ഗ്രൂപ്പിനെ 2 ഓക്സോഗ്ലൂട്ടറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗ്ലൂട്ടാമിൻ ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. 2 ഓക്സോഗ്ലൂട്ടറേറ്റിന് ഒരു അമിനോ ഗ്രൂപ്പ് കിട്ടിയപ്പോൾ ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. ഇതിന് അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെടുകയും ഇതിന് അമിനോ ഗ്രൂപ്പ് കിട്ടുമ്പോഴും രണ്ടും ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ 2 ഗ്ലൂട്ടാമേറ്റ്സ് ഉണ്ടാകുന്നു. ആ ഗ്ലൂട്ടാമേറ്റ് വീണ്ടും എങ്ങോട്ട് പോകുന്നു? ഈ അമോണിയത്തിൽ നിന്നും അമിനോ ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാമിനായിട്ട് കൺവേർട്ടർ ആകുന്നു. ഈ പ്രോസസ്സിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു പാത്വേ. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് ഉണ്ട്. 2 ടൈപ്പ്. NADH നിന്നും ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഇതിന് വേണ്ടിയിട്ട്, ഈ അമിനോ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി NADH ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് ഉണ്ട്. ഫെറിഡോക്സിൻ്റെ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഫെറിഡോക്സിൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് ഗ്രീൻ ടിഷ്യൂലും NADH ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് നോൺ ഗ്രീൻ റൂട്ടിലുമാണ് കാണുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി വേറെ ഒരു പാത്ത് നോക്കുക. അമോണിയം ഇങ്ങനെ ഉണ്ടായ അമോണിയം 2 ഓക്സോഗ്ലൂട്ടറേറ്റിന് അമോണിയം കിട്ടുന്നത് വഴി ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. 2 ഓക്സോഗ്ലൂട്ടറേറ്റിന് അമോണിയം ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം NADPHൻ്റെ ഇലക്ട്രോൺ ഉപയോഗിച്ച് 2 ഓക്സോഗ്ലൂട്ടറേറ്റിനെ ഗ്ലൂട്ടാമേറ്റ് ആക്കി മാറ്റുന്നു. ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോസിഡാണ്. ഇത് ഇവിടെ കണ്ട അതേ അമിനോസിഡ് തന്നെ. അപ്പോൾ ആ ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? 2 ഓക്സോഗ്ലൂട്ടറേറ്റിൻ്റെ ഡയറക്റ്റ് അമോണിയം ആഡ് ചെയ്യുന്നത് വഴി ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജനേസ് ഈ ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാക്കുന്നു. ഈ ഗ്ലൂട്ടാമേറ്റ് ഇവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് ബയോസിന്തറ്റിക് പാത്വേ ഈ അമോണിയത്തിൻ്റെ അസിമിലേഷനിൽ ഇൻവോൾവ് ആണ്. ഇനി വേറെ ഒരു എൻസൈം നിങ്ങളിവിടെ നോക്കുക. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂട്ടാമേറ്റ് ഏത് 5 കാർബൺ കോമ്പൗണ്ട് വിത്ത് സിംഗിൾ അമിനോ ഗ്രൂപ്പ് ഗ്ലൂട്ടാമേറ്റ്. പിന്നെ എന്താണ്? ഓക്സാലോ അസറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 4 4 കാർബൺ ഉള്ളത്. ഈ പറയുന്ന ട്രാൻസ് അമിനേഷൻ റിയാക്ഷൻ, ഒരു അമിനോ ആസിഡ് അല്ല ഒരു അമിനോ ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിൽ നിന്ന് മറ്റൊരു ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ് അമിനേഷൻ റിയാക്ഷൻ അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് ഈ അമിനോ ഗ്രൂപ്പ് ഓക്സാലോ അസറ്റേറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ ഓക്സാലോ അസറ്റേറ്റ് അസ്പാർട്ടേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡായിട്ട് മാറുന്നു. ഗ്ലൂട്ടാമേറ്റ് 2 ഓക്സോഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറുന്നു. ഈ 2 ഓക്സോഗ്ലൂട്ടറേറ്റ് ഇവിടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഗ്ലൂട്ടാമേറ്റ് ഇവിടെ ഉണ്ടായ ഗ്ലൂട്ടാമേറ്റ് 2 ഗ്ലൂട്ടാമേറ്റ് ഓക്സാലോ അസറ്റേറ്റിന് ഈ അമിനോ ഗ്രൂപ്പ് കൊടുക്കുന്നു. അസ്പാർട്ടേസ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ച് ഈ അമിനോ ഗ്രൂപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഓക്സാലോ അസറ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ടു അസ്പാർട്ടേറ്റ്. ഈ അസ്പാർട്ടേറ്റും ഒരു അമിനോ ആസിഡാണ്. എന്നിട്ട് ഈ ഗ്ലൂട്ടാമേറ്റ് എന്തായിട്ട് മാറുന്നു? 2 ഓക്സോഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറുന്നു. കുഴപ്പമില്ല. ഈ 2 ഓക്സോഗ്ലൂട്ടറേറ്റ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഗ്ലൂട്ടാമേറ്റ് ആകാം, ഇവിടെ ചെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. ഇതാണ് അടുത്ത ഒരു പാത്ത്. ഇനി വേറെ ഒരു പാത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടാമിൻ. ഏത് ഗ്ലൂട്ടാമിൻ? ഇവിടെ ഉണ്ടായ ഗ്ലൂട്ടാമിൻ ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്ലൂട്ടാമിൻ അസ്പാർട്ടേറ്റ്. ഏത് അസ്പാർട്ടേറ്റ്? ഇവിടെ ഉണ്ടായ അസ്പാർട്ടേറ്റ്. അപ്പോൾ ഗ്ലൂട്ടാമിന് 2 അമിനോ ഗ്രൂപ്പ് 5 കാർബൺ. ഇവിടെ എന്താണ് അസ്പാർട്ടേറ്റ്? എന്താണ് 4 കാർബൺ 1 അമിനോ ഗ്രൂപ്പ്. അസ്പാർജിൻ സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി ATP ഉപയോഗിച്ച് ഗ്ലൂട്ടാമിൻ അതിൻ്റെ അമിനോ ഗ്രൂപ്പ് അസ്പാർട്ടേറ്റിന് കൊടുക്കുമ്പോൾ അസ്പാർട്ടേറ്റ് മറ്റൊരു അമിനോ ആസിഡായിട്ട് മാറുന്നു, അസ്പാർജിൻ. ഈ പ്രോസസ്സിൽ ഗ്ലൂട്ടാമിന് അതിൻ്റെ ഈ അമിനോ ഗ്രൂപ്പ് നഷ്ടപ്പെടുന്ന വഴി ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. കുഴപ്പമില്ല. ഈ ഗ്ലൂട്ടാമേറ്റിന് വീണ്ടും ഇവിടെ ചെന്നിട്ട് അമോണിയം അക്സെപ്റ്റ് ചെയ്യുന്ന വഴി ഗ്ലൂട്ടാമിനായിട്ട് മാറാം. അപ്പോൾ ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പാത്വേ വഴി അമോണിയം ഇമ്മീഡിയറ്റ് ആയിട്ട് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനോ ആയിട്ട് മാറുന്നു അമിനോ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കോമ്പൗണ്ടുകളും അമിനോ ആസിഡുകളാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ NO3
സൈഡ് ചെയിൻ ഓഫ് അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു. ഇതോടുകൂടി ഈ പറയുന്ന അസിമിലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ NO3 നൈട്രേറ്റ് റിഡക്റ്റേസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് നൈട്രൈറ്റ് ആയി. നൈട്രൈറ്റ് റിഡക്റ്റേസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് അമോണിയമായി. അമോണിയം ഈ കാണുന്ന പലതരം എൻസൈമുകളുടെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് കൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡുകളുടെ സൈഡ് ചെയിനായിട്ട് മാറുന്നു. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, ഇതിനകത്ത് അസ്പാർജിന് 1 2 3 4 4 കാർബണുള്ളത്. ഗ്ലൂട്ടാമേറ്റ് 1 2 3 4 5 5 കാർബൺ. അപ്പോൾ 5 കാർബണുള്ള അമിനോ ആസിഡ് അമോണിയം അക്സെപ്റ്റ് ചെയ്യുന്ന വഴി 5 കാർബണുള്ള ഗ്ലൂട്ടാമിനായിട്ട് മാറുന്നു. ഇവിടെ 4 കാർബണുള്ള അസ്പാർട്ടേറ്റ് ഒരു അമിനോ ഗ്രൂപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന വഴി 4 കാർബണുള്ള അസ്പാർജിനായിട്ട് മാറുന്നു. അപ്പോൾ രണ്ടാണെങ്കിലും എന്താണ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി അമോണിയം അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനായിട്ട് മാറുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ആദ്യത്തെ റിയാക്ഷന് ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ് റിക്വയർമെൻറ്റ്. രണ്ടാമത്തേതിന് ഒരു 4 കാർബൺ കോമ്പൗണ്ടിൻ്റെ ഭാഗമായിട്ട് അമിനോ ഗ്രൂപ്പ് മാറുന്നു. അപ്പോൾ എവിടെയാണ് കാർബൺ കൂടുതൽ വേണ്ടത്? ആദ്യത്തെ റിയാക്ഷൻ. അപ്പോൾ ഒരു പ്ലാന്റ് ഇഷ്ടം പോലെ കാർബൺ ഇഷ്ടം പോലെ ഉള്ള സമയത്ത് 5 കാർബൺ കോമ്പൗണ്ട് അമോണിയത്തിൻ്റെ ഫിക്സേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസിമിലേഷന് വേണ്ടിയിട്ട് 5 കാർബൺ കോമ്പൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അതെപ്പോഴാണ്? ഇഷ്ടം പോലെ കാർബോഹൈഡ്രേറ്റ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ കാർബൺ ഉള്ളപ്പോൾ. പ്ലാന്റ് സ്റ്റാർവേഷനോട്ട് പോകണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ് അല്ലെങ്കിൽ കാർബൺ കുറവാണെങ്കിൽ രണ്ടാമത്തെ പാത്ത് ആയിരിക്കും പ്രിഫേർഡ് ആകുന്നത്. ഏത് പാത്ത്? അസ്പാർട്ടേറ്റിൻ്റെ ലോട്ട് അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് അസ്പാർജിൻ ഉണ്ടാകുന്ന ഈ ഒരു പ്രോസസ് ആയിരിക്കും അസ്പാർജിൻ സിന്തറ്റേസ് ആയിരിക്കും ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ കാർബൺ കുറവുള്ളപ്പോൾ അസ്പാർജിൻ സിന്തറ്റേസ് ആണ് മെയിനായിട്ടും ആക്റ്റീവ് ആകുന്നത്. അതുവഴി 4 കാർബൺ കോമ്പൗണ്ടിലോട്ട് അമോണിയം അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പ് അസിമിലേറ്റ് ആകും. നേരെ മറിച്ച് ഇഷ്ടംപോലെ കാർബൺ ഉള്ളപ്പോൾ ഈ ഭാഗത്ത് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഗ്ലൂട്ടാമിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇഷ്ടംപോലെ കാർബൺ ഉള്ളപ്പോൾ ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് ആണ് ആക്റ്റീവ് ആവുക. കാർബൺ കുറവുള്ളപ്പോൾ അസ്പാർജിൻ സിന്തറ്റേസ് ആണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഇത് കാർബണിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും ഏത് ഭാഗത്തെ. ഇഷ്ടംപോലെ കാർബൺ ഉള്ളപ്പോൾ ഈ ഭാഗത്തെ, വളരെ കുറവ് കാർബൺ ഉള്ളപ്പോൾ ഈ ഭാഗത്തെ. ഇതാണ് നൈട്രൈറ്റ് അസിമിലേഷൻ. ഇതോടുകൂടി നൈട്രൈറ്റ് അസിമിലേഷൻ സാധാരണ പ്ലാന്റുകളിൽ എങ്ങനെയാണ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇത് തുടക്കത്തൊട്ട് നോക്കണം. എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ മോളിക്യൂള് ലൈറ്റ്നിങ് വഴിയോ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ വഴിയോ HNO3 ആയിട്ട് സോയിലെത്തുന്നു. സോയിലെത്തിയ HNO3 അല്ലെങ്കിൽ NO3 റൂട്ട് സെല്ലുകൾ ട്രാൻസ്പോർട്ട് ചെയ്ത് സൈറ്റോപ്ലാസത്തിലുള്ള നൈട്രേറ്റ് റിഡക്റ്റേസ് NO3 അതിനെ നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം NO3നെ NO2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. NO2 പ്ലാസ്റ്റിഡിലോട്ട് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലോട്ട് ട്രാൻസ്പോർട്ടർ ആകുന്നു, നൈട്രൈറ്റ് ആകുന്നു. നൈട്രൈറ്റ് റിഡക്റ്റേസ് ഉപയോഗിച്ച് അമോണിയമാകുന്നു. അമോണിയം ഇങ്ങനെയുള്ള പല പാത്ത് ഉപയോഗിച്ച് അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനായിട്ട് മാറുന്നു. ഇതാണ് ബേസിക്കലി നൈട്രേറ്റ് അസിമിലേഷൻ. അപ്പോൾ നൈട്രേറ്റ് അസിമിലേഷൻ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ഈ പറയുന്ന ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനാണ്. അതാണ് അടുത്ത പാർട്ട്.